ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ 19th ചാപ്റ്റർ ആണ്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ 10th-ലാണെങ്കിലും +1 ആണെങ്കിലും കുറച്ച് പ്രോബബിലിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ പ്രോബബിലിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ചില എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇന്ന് മഴ പെയ്യാം. അപ്പോൾ അതിനുള്ളിൽ മഴ പെയ്യാം, പെയ്യാതിരിക്കാം, സാധ്യതയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് കാണണം. അപ്പോൾ മാച്ച് കാണുമ്പോൾ നമുക്ക് 2 ചാൻസസ് പറയാം. ഒന്നെങ്കിൽ കുറച്ച് ആൾക്കാർ പറയും കളി നമ്മൾ ജയിക്കാം, ചിലർ പറയും നമ്മൾ കളി തോൽക്കാം. അപ്പോൾ അവിടെ എന്ത് വരുന്നു? അവിടെ 2 സാധ്യതകൾ വരുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു കോയിൻ ഇല്ലേ, നമ്മുടെ പൈസ കോയിൻ നമ്മളൊന്നിങ്ങനെ ടോസ് ചെയ്യുമ്പം കോയിൻ എത്ര സൈഡുള്ള? 2 സൈഡുണ്ട്. ഒരു ഹെഡും ഉണ്ടായിരിക്കാം, ഒരു ടെയിലും ഉണ്ടായിരിക്കാം. അപ്പോൾ ഹെഡ് വേണമെങ്കിൽ വരാം, ടെയിൽ വരാം. നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് മാത്രമേ വരുള്ളൂ എന്ന്? ഇല്ല. അതേപോലെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എപ്പോഴും ടെയിൽ മാത്രമേ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് രണ്ടും എന്തുണ്ട്? സാധ്യതയാണ്. അവിടെയും നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നമുക്ക് പറയാം ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആവാം, അല്ലെങ്കിൽ സെലക്റ്റഡ് ആവാതിരിക്കാം. അതും എന്താണ്? ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞത്. വേണമെങ്കിൽ സെലക്ട് ആവാം, സെലക്ട് ആവാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? സാധ്യതകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോബബിലിറ്റീൻ്റെ ഒരു ഡെഫിനേഷൻ പറയാം. എന്താണ് നമ്മൾ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനുള്ളിൽ പ്രോബബിലിറ്റിക്കുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രോബബിലിറ്റി എന്നാണ്. പ്രോബബിലിറ്റി എന്ന് പറയുവാണെങ്കിൽ സാധ്യതകളെ കുറിച്ചിട്ടാണ് അതിനുള്ളിൽ പറയുന്നത്. നമ്മൾ കുറേ നിത്യജീവിതത്തിൽ ഉദാഹരണങ്ങൾ പറഞ്ഞു. നമുക്കിപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പാസ്സാവാതിരിക്കാം, 2 സാധ്യതകൾ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ 2 സാധ്യതകൾ മാത്രമല്ല, കുറേ സാധ്യതകൾ വരുന്നതാണ്. നമ്മളിപ്പോൾ ഒരു പാമ്പും കോണും അല്ലെങ്കിൽ ലുഡോ ഒക്കെ കളിക്കുമ്പോൾ കോയിൻ ഡൈ കണ്ടിട്ടില്ലേ? ഡൈക്ക് എത്ര സൈഡ്സാണ് ഉള്ളത്? 6 സൈഡുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഡൈ എറിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിനുള്ളിൽ 6 ആകാം, 5 വരാം, 3 വരാം, 2 വരാം, 1 വരാം, 3 വരാം, ഏത് സൈഡ് വേണമെങ്കിലും വരാം അല്ലേ? നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഞാൻ എങ്ങനെ ടോസ് ചെയ്താലും എനിക്ക് 5 വരുള്ളൂ അല്ലെങ്കിൽ 6 വരുള്ളൂ എന്ന്? ഇല്ല. അവിടെ എന്താണ്? സാധ്യതകളാണ്. 6 സാധ്യതകളുണ്ട് ആ കേസിൽ അല്ലേ? അപ്പോൾ സാധ്യതകൾ എന്ന് പറയുമ്പം എന്താണ്? നമ്മൾ ജീവിതത്തിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. അങ്ങനെ പറയുന്നതാണ് നമ്മൾ എന്തിൽ കാണുന്നത്? പ്രോബബിലിറ്റിയിൽ കാണുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിൻ്റെ ഡെഫിനേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് n exhaustive mutually exclusive and equally likely outcomes m outcomes are favourable to happen of an event A, the probability P of happening an event A is given by probability of A equal to m by n. m എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിന് ഒക്കർ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മൾ പറയുന്ന കണ്ടീഷൻ വരാനുള്ള സാധ്യത ഡിവൈഡഡ് ബൈ എന്തൊക്കെ സാധ്യതകൾ വേറെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധ്യതകളുള്ളത്? ഒന്നുകിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. ഈ 2 സാധ്യതകളെ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. അപ്പോൾ ടോട്ടൽ സാധ്യതകൾ എത്രയാണ്? 2. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 2 വരും. അപ്പോൾ ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് ഹെഡാണ്. ഹെഡാണെങ്കിൽ അതിന് ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്താണ്? ആകെ 2 സാധ്യതയുള്ളൂ. അതിനകത്ത് ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അതെന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് ഇവൻറ്റ് എ എന്ന് പറയുന്നത് 1/2 ആവും. ഓക്കെ, അതാണ് നമ്മളിവിടെ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റിയിൽ പറയുന്ന. പ്രോബബിലിറ്റിയിൽ ഡിഫൈൻ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് ഇവൻറ്റ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. എന്തൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ചാൻസസ് ഉണ്ടോ അതിന് നമ്മൾ ടോട്ടൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞു. അതുപോലെ നമുക്കൊരു ഡൈ റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് പറയാം. ഡൈയിലാണെങ്കിൽ ടോട്ടൽ എത്ര സാധ്യതകളുള്ളത്? 6 സാധ്യതകളുണ്ട് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 6. ഡൈ റോൾ ചെയ്യുമ്പം എനിക്ക് എപ്പോഴും 1 വരാനുള്ള ചാൻസ് ആണ് നോക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ പറയാം? 1/6 എന്ന് പറയാം അല്ലേ? 1 വരാൻ സാധ്യത ഉണ്ടാവാം, 2 വരാം, 3 വരാം, 4 ആവാം, 5 ആവാം, 6 ആകാം. അപ്പോൾ 1 വരാനുള്ള സാധ്യത എനിക്ക് എങ്ങനെ പറയാം? 1/6. അതാണ് നമ്മൾ എക്സാമ്പിളിലൂടെ പറഞ്ഞത് ഡെഫിനേഷൻ. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ബേസിക് ആയിട്ട് മനസ്സിലാക്കുക
പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പറയുന്നത് സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഒരു ഇവന്റ് ഒക്കർ ചെയ്യാൻ എത്രമാത്രം സാധ്യതയുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പോസിബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമുക്ക് ഏത് ഔട്ട്കം ആണോ വേണ്ടത് അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിൻസ് ദ നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു the non-happening of an event A are n minus m, the probability q that A will not happen is given by. അപ്പം നമ്മളിപ്പോൾ പറയാണ് പ്രോബബിലിറ്റി എപ്പോഴും അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. 0ക്കും 1നും ഇടയിലായിരിക്കും നമ്മുടെ പ്രോബബിലിറ്റിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുക. അതായത് m/n ആകട്ടെ, ഏത് വാല്യൂ എടുക്കുവാണെങ്കിലും 0ക്കും 1നും ഇടയിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ പ്രോബബിലിറ്റീസിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇവന്റ് വരാതിരിക്കാനുള്ള സാധ്യത എന്ത് ചെയ്താൽ മതി? എങ്ങനെയാണെങ്കിൽ 1 മൈനസ് m ഡിവൈഡഡ് ബൈ n. മൊത്തം ഒക്കർ ചെയ്യാനുള്ള സാധ്യത 1 ആണ്. നമ്മൾ പറഞ്ഞ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത m/n ആണ്. അങ്ങനെയാണെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? 1 മൈനസ് m/n. ഓക്കെ, ഇതാണ് നമുക്ക് പ്രോബബിലിറ്റിയിൽ ബേസിക് ആയിട്ട് അറിയാനുള്ളത്. അപ്പോൾ പി എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി നടക്കാനുള്ള സാധ്യത, ക്യൂ എന്ന് പറയുവാണെങ്കിൽ നടക്കാതിരിക്കാൻ, അതായത് 1 മൈനസ് m/n നമ്മൾ പറയും. അതായത് 1 മൈനസ് പി, പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പ്രോബബിലിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റിയിൽ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സാധ്യതകളാണ്. സാധ്യതകൾ എന്ന് പറയുമ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഏത് നടക്കും എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, കോയിൻ ടോസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡൈ റോൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ലോട്ടറി എടുത്തേം ലോട്ടറി അടിക്കോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം, മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം, എക്സാം പാസ്സാവോ ഇല്ലയോ ഉള്ളതായിരിക്കാം. ഇതൊക്കെ എന്താണ്? സാധ്യതകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സാധ്യത നമ്മൾ നോക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് ആൻ ഇവന്റ് എ എന്ന് പറയുന്നത് എ ഒക്കർ ചെയ്യാനുള്ളത് സാധ്യത ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ടെന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് m ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ഇവന്റ് നടക്കില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യാം? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ 1ൽ നിന്ന് കുറയ്ക്കാം എന്ത്? നമ്മുടെ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് m ഡിവൈഡഡ് ബൈ n എന്നാകും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിൻ്റെ ഉള്ളിൽ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇവന്റ് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം സാധ്യതകളുണ്ടെന്നാണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പി എന്ന് പറയുകയാണെങ്കിൽ m/n ആയിരിക്കും. ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് m ഡിവൈഡഡ് ബൈ n ആയിരിക്കും. ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സാധ്യത പിൻ്റെ ആണെങ്കിലും ക്യൂവിൻ്റെ ആണെങ്കിലും വാല്യൂസ് എവിടെയായിരിക്കും ഉണ്ടാവുക? 0ക്കും 1നും ഇടയിലായിരിക്കും. പിൻ്റെ വാല്യൂസിൻ്റെ സം എടുത്താൽ നമുക്ക് 1 കിട്ടണം, ക്യൂവിൻ്റെ വാല്യൂസിന് സം എടുത്താലും 1 കിട്ടണം. 0 അല്ലെങ്കിൽ 1 അതിൻ്റെ ഇടയിലായിരിക്കും, ഇൻക്ലൂഡിങ് 0 ആൻഡ് 1 ആയിരിക്കും എന്തിൻ്റെ വാല്യൂസ് വരാം? പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂസ് വരാം. ഇനി കുറച്ച് റീമാർക്സ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. Probability P of the happening of an event is known as probability of success, and probability Q of happening of an event is called as probability of failure. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി പറയുമ്പോൾ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ അത് സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതെന്തായിരിക്കാം? ഫെയിലിയർ ആയിരിക്കാം. സക്സസ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ P കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഫെയിലിയർ ആണെങ്കിൽ അത് നമ്മൾ ക്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഒരു സംഭവം സക്സസ് ആണെങ്കിൽ നമ്മൾ അതിനെ സ്മോൾ ലെറ്റർ പി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ അതിനെ ക്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യും. പിന്നെ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആയിരിക്കാം, അല്ലെങ്കിൽ ക്യൂ ആയിരിക്കാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. 0ക്കും 1നും ഇടയിലായിരിക്കും നമ്മുടെ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂസ് വരിക. പിന്നെ ഇത് പ്രോബബിലിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. പി എന്ന് പറയുന്നത് സക്സസിനുള്ള സാധ്യത, ക്യൂ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് നടക്കാൻ, അതായത് 1 മൈനസ് m/n വരാനുള്ള സാധ്യത. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇംപോസിബിൾ ഇവന്റ് ഈസ് 0 ആൻഡ് ദാറ്റ് ഓഫ് എ ഷുവർ ഇവന്റ് ഇസ് 1. നമ്മൾ പറയുകയാണ് പ്രോബബിലിറ്റി നടക്കില്ല, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല ഇംപോസിബിൾ ഇവന്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ പറയും? പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറയും. ഇത് നമ്മൾ പറയുന്നത് എന്തായാലും അതങ്ങനെ നടക്കും, ഞാൻ എന്തായാലും എക്സാം പാസ്സാവും, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ കോയിൻ ടോസ് ചെയ്താലും എനിക്ക് ഹെഡേ വരുള്ളൂ, അങ്ങനെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയും? 1. പ്രോബബിലിറ്റി എന്താ നമ്മൾ പറയും? 1 ആയിട്ടാണ് പറയാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1 എന്ന് പറയുവാണെങ്കിൽ ഇവന്റ് എ സർട്ടൺലി ഗോയിങ് ടു ഹാപ്പൻ, എന്തായാലും ആ ഇവന്റ് നടന്നിരിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറയുവാണെങ്കിൽ എന്താണ്? ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒരിക്കലും നടക്കില്ല, ഇംപോസിബിൾ ഇവന്റിനെയാണ് നമ്മൾ
ഉദ്ദേശിക്കുന്നത്. ദ നമ്പർ m ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു ആൻ ഇവന്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് n. അതായത് നമ്മൾ പറഞ്ഞു ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ടാവുക, n ആണ്. m എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസസ് ആണ്. അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, n എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. കാരണം നമുക്കറിയാം ടോട്ടൽ വാല്യൂവിനേക്കാളും എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. അത് ഒക്കർ ചെയ്യാനുള്ള സാധ്യതകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ പറയും മഴ പെയ്യുണ്ടാവില്ല എന്ന്. അങ്ങനെ 2 സാധ്യതകൾ വന്നു. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണല്ലേ നടക്കുള്ളൂ, രണ്ടും കൂടെ നടക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ടോട്ടലിനേക്കാളും കുറവാണ്. m എന്ന് പറയുന്നത് ലെസ് ദാൻ എന്താണ്, n വാല്യൂ ആണ്. അതാണ് റീമാർക്ക് 3ൽ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ നോക്കിയ റിമാർക്സിനുള്ളിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം അത് സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ p കൊണ്ട് ഡിനോട്ട് ചെയ്യും, അതായത് m ഡിവൈഡഡ് ബൈ n. ഇനി നമ്മൾ നടത്തുന്നത് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ q കൊണ്ട് ഡിനോട്ട് ചെയ്യും, അതായത് 1 മൈനസ് m ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പം 0യ്ക്കും 1നും ഇടയിൽ 0യും 1ഉം ഇൻക്ലൂഡഡ് ആണ് എന്തിൻ്റെ വാല്യൂസ് വരുന്നത്, ഒന്നുകിൽ സക്സസിൻ്റെ അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെ വാല്യൂസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1 ആവുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്തായാലും എന്തുണ്ടാവുള്ളൂ, സക്സസ് ആയിരിക്കും. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതെന്താണ്, അൺഫേവറബിൾ ആണ് അല്ലെങ്കിൽ അൺസർട്ടൺ ആണ്. പിന്നെ ലാസ്റ്റ് പല പോയിന്റിൽ പറയുന്നത് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തി കഴിയുമ്പം നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, m എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും എന്തിനേക്കാൾ ചെറുതായിരിക്കും, n-നേക്കാളും ചെറുതായിരിക്കും. m ഈസ് ലെസ് ദാൻ n. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ m-ൻ്റെ വാല്യൂ ലെസ് ദാൻ n ആയിരിക്കും. പിന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലായിരിക്കും, ഇൻക്ലൂഡിങ് 0 and 1 അതിൻ്റെ വാല്യൂസ് എടുക്കാം. സക്സസിനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മൾ p എന്നും ഫെയിലിയറിനുള്ള സാധ്യതയെ നമ്മൾ q കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ 19.1. ഇൻ എ സൈമിൾട്ടേനിയസ് ടോസ് ഓഫ് 2 coins ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 head. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 1 head. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു, കോയിൻ ടോസ് ചെയ്തപ്പോൾ അവിടെ 2 കോയിൻ അറ്റ് എ ടൈം ഞാൻ ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കോയിൻ ആകുമ്പോൾ 2നും ഹെഡുണ്ട് 2നും ടെയിലും ഉണ്ട്. അപ്പോൾ രണ്ടും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അവിടെ വരാം, 2ഉം ഹെഡ് ആയിരിക്കാം വേണമെങ്കിൽ കിട്ടുന്നത്, 2ഉം ടെയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഹെഡ് ആയിരിക്കാം, ഒന്നിന് ടെയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേന് ഹെഡ് ആയിരിക്കാം, ഒന്നിന് ടെയിലായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് വരാനുള്ള സാധ്യതകൾ വരുന്നത് ഇവിടെ. അപ്പോൾ എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗെറ്റിംഗ് 2 head. ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പം എനിക്ക് 2 ഹെഡ് വരാൻ എത്ര സാധ്യത ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്നത് 2 കോയിനുകളുണ്ട്, 2 കോയിൻസും സെയിം ടൈമിലാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോസിബിൾ സ്മോൾ ലെറ്റർ n എന്തൊക്കെ വാല്യൂസ് വരാം, ഒന്നെങ്കിൽ HH ആയിരിക്കാം, അല്ലെങ്കിൽ TT ആയിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ കോയിനിൽ ഹെഡും സെക്കൻഡ് കോയിനിൽ ടെയിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ കോയിനിൽ ടെയിലും സെക്കൻഡ് കോയിനിൽ ഹെഡും ആയിരിക്കാം. അങ്ങനെ 4 ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും, ഞാൻ 4 ആയിട്ട് കൊടുത്തു. ക്ലിയർ. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഗെറ്റിംഗ് 2 head. ഞാൻ കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടുന്നത് 2ഉം എന്തായിരിക്കണം, ഹെഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 2ഉം ഹെഡ് കിട്ടണമെങ്കിൽ ഇതിനുള്ള എത്ര സാധ്യതകളുള്ള ഹെഡ് വരാൻ, 1 ആണ്. അപ്പോൾ 1/4 അതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 headൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാം. ക്ലിയർ. അങ്ങനെയാണ് എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സാക്ട്ലി 1 head. അതായത് ഞാൻ കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പം എനിക്ക് എന്തായാലും ഒരു ഹെഡ്, കൃത്യം ഒരു ഹെഡേ ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെ പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ ഒന്ന് ഹെഡ് എച്ചും എടുക്കുവാണെങ്കിൽ 2ഉം ഹെഡായി പോകും. ടിയും എടുക്കുമ്പോൾ അതിനകത്ത് ഹെഡേ വരുന്നില്ല. പിന്നെ എച്ചും ടിയും ഉണ്ട്, ടിയും എച്ചും ഉണ്ട്, രണ്ടിനകത്തും എന്താണ് എക്സാക്ട്ലി 1 head, ഒരു തവണയെ ഹെഡ് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എന്തെടുക്കാം, 2/4. 2/4 സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും, 1/2. അതായിരിക്കും എക്സാക്ട്ലി 1 headനുള്ള സാധ്യത. ഈ പ്രോബ്ലം ക്ലിയർ ആയോ? ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 2 കോയിനുകൾ ഉണ്ടായിരുന്നു, 2 കോയിനെ ഞാൻ സെയിം ടൈം ടോസ് ചെയ്തു. കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പം 2നും ഹെഡും ഉണ്ട് 2നും ടെയിലും ഉണ്ട്. ഞാൻ കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാവുന്ന പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഔട്ട്കംസാണ് ഞാൻ ഇവിടെ എഴുതിയത്. ആദ്യം എച്ചും ആയിരിക്കാം, ഫസ്റ്റത്തെ കോയിനിൽ ഒരു ഹെഡും സെക്കൻഡ് കോയിനിൽ ടെയിലും വരാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോയിനിൽ ടെയിലും സെക്കൻഡിൽ ഹെഡും വരാം, അല്ലെങ്കിൽ 2ഉം എന്തായിരിക്കാം, എനിക്ക് ടെയിലായിരിക്കാം. അങ്ങനെ 4 പോസിബിൾ ഔട്ട്കംസ് ആണ് ഞാൻ ഒരു 2 കോയിൻസ് അറ്റ് എ ടൈം ടോസ് ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യതകൾ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോയിൻ ടോസ് ചെയ്യുമ്പം എനിക്ക് 2 എന്താവണം, ഹെഡ് ആവണം. അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സാക്ട്ലി 1 head, ഒരു ഹെഡ് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2 ഹെഡ് വരാനുള്ള ചാൻസസ് എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, അതാണ് 1/4. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എക്സാക്ട്ലി ഒരു ഹെഡ്, 4 അവസരങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൃത്യം ഒരു ഹെഡ്. മറ്റേത് എന്തായിരിക്കണം? അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് ടെയിൽ ആയിരിക്കണം. ഒരു കോയിൻ ഹെഡ് ആണെങ്കിൽ മറ്റേ കോയിൻ ടെയിൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ നോക്കുമ്പോൾ ടിയും എച്ചും എടുക്കാം, എച്ചും ടിയും എടുക്കാം. അങ്ങനെയാണ് അത് 2/4 ആയത്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1/2 എന്നായി. ക്ലിയർ? ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തം ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അത് ഒക്കർ ചെയ്യാനുള്ള സാധ്യത ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്. ഡിനോമിനേറ്റർ വാല്യൂ എപ്പോഴും ന്യൂമറേറ്റർ വാല്യൂവിനേക്കാളും എന്തായിരിക്കും? വലുതായിരിക്കും. പിന്നെ 0 അല്ലെങ്കിൽ 1 അതിനിടയിലായിരിക്കും ഇതിൻ്റെ വാല്യൂസ് എപ്പോഴും ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് 0 and 1 ആണ്. പി എന്ന് പറഞ്ഞാൽ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. ക്യൂ എന്ന് പറയുമ്പോൾ അത് ഫെയിലിയർ ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. ഇവിടെ നമ്മൾ 2 കോയിൻ ടോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഔട്ട്കംസ് അങ്ങനെ എഴുതിയത്. ക്ലിയർ? അങ്ങനെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 19.2. ഇൻ എ സിംഗിൾ ത്രോ ഓഫ് 2 dice വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സം ഈസ് 9? അതായത് നമ്മൾ പറഞ്ഞു ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ ലുഡോ കളിക്കും അല്ലെങ്കിൽ പാമ്പും കോണിയൊക്കെ കളിക്കും, ഇങ്ങനെ റോൾ ചെയ്യുന്നതാണ് നമ്മൾ ഡൈ എന്ന് പറയുന്നത്. ഡൈക്ക് എത്ര സൈഡാണ് ഉള്ളത്? 6 സൈഡുകളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഡൈസ് ഉണ്ട്. അപ്പോൾ 2 ഡൈ ഞാൻ അറ്റ് എ ടൈം നമ്മൾ നേരത്തെ കോയിൻ ചെയ്ത പോലെ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് എറിയാണ്. അപ്പോൾ എനിക്ക് വരാവുന്ന പോസിബിൾ ഔട്ട്കംസ് ആണ് ആദ്യം എഴുതി. എന്നിട്ട് എന്നോട് ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് സം എന്ത് വരുന്നത്? 9 വരുന്നതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യനിൽ ആകെ പറഞ്ഞേക്കുന്നത് ഡൈ റോൾ ചെയ്യുന്നുണ്ട്, 2 ഡൈ ആണ് അറ്റ് എ ടൈം റോൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം എടുക്കുമ്പം 9 വരണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഓപ്പർച്യൂണിറ്റീസ് നോക്കി. ഫസ്റ്റത്തെ ഡൈൻ്റെ ഉള്ളിൽ 1 വരുമ്പം വേണമെങ്കിൽ അതിനോട് എന്ത് വരാം? പിന്നെയും 1 വരാം. ഫസ്റ്റത്തെ ടൈലിൽ 1ഉം സെക്കൻഡ് ടൈലിൽ 2ഉം വേണമെങ്കിൽ വരാം. ഫസ്റ്റ് ടൈലിൽ 1ഉം സെക്കൻഡ് ടൈലിൽ 3 വരാം. ഫസ്റ്റത്തേൻ്റെ ഉള്ളിൽ 1ഉം പിന്നത്തേൽ 4ഉം വരാം. ഫസ്റ്റത്തേൽ 1ഉം പിന്നത്തേൽ 5 വേണമെങ്കിൽ വരാം. ഫസ്റ്റത്തേൽ 1ഉം പിന്നെ സെക്കൻഡ് ടൈൽ റോൾ ചെയ്യുമ്പോൾ 6 വരാം. അങ്ങനെയാണ് ഫസ്റ്റത്തെ ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത്തെ ലൈനിൽ ഫസ്റ്റ് കോയിനിൽ 2 കാണിച്ചപ്പോൾ വേണമെങ്കിൽ സെക്കൻഡ് കോയിനിൽ എന്ത് വരാം? 1 വരാം. ഇനി ഫസ്റ്റത്തെ ഡൈൻ്റെ ഉള്ളിൽ പിന്നെ എനിക്ക് ചെയ്തപ്പോൾ 2 വന്നു, സെക്കൻഡത്തേൻ്റെ ഉള്ളിൽ എന്ത് വരാം? 2 വരാം. തേർഡ് ഇപ്പം മൂന്നാമത്തെ നെക്സ്റ്റ് ടൈം ചെയ്തപ്പോൾ ഫസ്റ്റത്തെ ഡൈൻ്റെ ഉള്ളിൽ പിന്നെ എനിക്ക് 2 വന്നു, സെക്കൻഡ് ഡൈ റോൾ ചെയ്തപ്പോൾ എനിക്ക് 3 വന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ മാക്സിമം മീൻസ് 2 ഡൈ റോൾ ചെയ്യുമ്പോൾ കിട്ടാവുന്ന മാക്സിമം ആയിട്ടുള്ള കേസസ് എടുത്തു. അതാണ് ഈ 6 വരെ ഉള്ളത് എഴുതി വെച്ചേക്കുന്നത്. അപ്പം മൊത്തം ഇതിനകത്ത് എത്ര ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക? 36. ഇനി നമ്മളോട് ഇവിടെ നോക്കാൻ പറഞ്ഞ എന്താണ്? ഇതിനകത്ത് ഏതൊക്കെ പെയേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് സം എന്ത് വരണം? 9 വരുന്നതെന്നാണ് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ 2 പെയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സം എന്ത് വരുന്നത് നോക്കിയാൽ മതി? 9 വരുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് ആ 9 വരുന്ന പെയേഴ്സ് എന്ന് നോക്കാം. നമ്മൾ ഇതിനുള്ളിൽ ഓരോ പെയേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. 1ഉം 1 ആഡ് ചെയ്ത് എന്ത് വരാം? 2 വരും. 1ഉം 2 ആണെങ്കിലോ 3 ആയിട്ടുള്ളൂ. 1ഉം 6 ആണെങ്കിലോ 7 ആയിട്ടുള്ളൂ. പിന്നെ 2ഉം 6 ആണെങ്കിൽ 8 ആയിട്ടുള്ളൂ. 3ഉം 6ഉം ആണെങ്കിൽ നമുക്ക് 9 കിട്ടും. പിന്നെ ഏതാ 6ഉം 3ഉം ആണെങ്കിലും 9 കിട്ടും. തിരിച്ചു എഴുതാം അല്ലേ? പിന്നെ 4ഉം 5 ആണെങ്കിലും 9 കിട്ടും. 5ഉം 4ഉം ആണെങ്കിലും 9 കിട്ടും. 4 5 ആണെങ്കിലും 5 4 ആണെങ്കിലും 9 വാല്യൂ വരും. അപ്പം 4 പെയേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? സം വാല്യൂ 9 ആയിട്ട് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ എഴുതും? നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2 ഡൈസ് അറ്റ് എ ടൈം റോൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 ഡൈസിൻ്റെയും കൂടെ സം ആഡ് ചെയ്യുമ്പോൾ 9 വരണം എന്നാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 4 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 1 3ഉം 6ഉം 6ഉം 3ഉം 4ഉം 5ഉം 5ഉം 4. ഇത്രയും കേസസ് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് സം 9 വരുന്നത്. അപ്പോൾ 4/36 എന്നായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. 4/36 എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെ ആയിരിക്കും എൻ്റെ വാല്യൂ വരിക 1/9. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 9 വൈൽ ത്രോയിങ് 2 ഡൈസ് സൈമിൾട്ടേനിയസ്ലി ഈക്വൽ ടു 1/9 ആയിരിക്കും. അതായത് 2 ഡൈസ് അറ്റ് എ ടൈം റോൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സം വാല്യൂ 9 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്തത്. ഇവിടെ നമ്മൾ ആകെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്തൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് നോക്കി. പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് നോക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന 9 കിട്ടുന്നതെന്ന് നോക്കി. അപ്പോൾ 3ഉം 6ഉം 6ഉം 3ഉം പിന്നെ 4ഉം 5ഉം 5ഉം 4ഉം അങ്ങനെ 4 ഓപ്പർച്യൂണിറ്റീസ് ആണ് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെ 4/36 എന്ന് കൊടുത്തു. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/9 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 19.3.
വാട്ട് ഈസ് ദി ചാൻസ് ദാറ്റ് എ ലീപ്പ് ഇയർ സെലക്ടഡ് എറ്റ് റാൻഡം വിൽ കണ്ടെയ്ൻ 53 സൺഡേസ്? അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു ലീപ്പ് ഇയർ നമ്മളെടുത്തു. ലീപ്പ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 4 കൊല്ലം കൂടി വരും. അതായത് ഫെബ്രുവരിൻ്റെ ഉള്ളിൽ 29 ഡേറ്റ്സ് വരുന്ന നമ്മൾ ലീപ്പ് ഇയർ പറയാം. അപ്പോൾ ലീപ്പ് ഇയർ എടുത്തു. ലീപ്പ് ഇയർ എടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ 53 സൺഡേ വരാനുള്ള ചാൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ലീപ്പ് ഇയറിൻ്റെ ഉള്ളിൽ 366 ഡേ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ 52 ആഴ്ച ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി 2 ദിവസം എന്തായിരിക്കും? എക്സ്ട്രാ ആയിരിക്കും. അത് അറിയണമെങ്കിൽ നമ്മൾ 366 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. കാരണം 1 വീക്കിൽ എത്ര ആഴ്ച ഉള്ളത്? 7 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ 366 ഡിവൈഡഡ് ബൈ 7 ചെയ്യുന്നത് നമുക്ക് 52 എന്ന് കിട്ടും. അതിൻ്റെ റിമൈൻഡർ ആയിട്ടാണ് 2 വരിക. അപ്പോൾ 2 ദിവസം എന്തായിരിക്കാം? വേറെ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ഒന്നെങ്കിൽ സൺഡേ മൺഡേ ആയിരിക്കും, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആയിരിക്കാം, ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കാം, വെനസ്ഡേ തേഴ്സ്ഡേ ആയിരിക്കാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരിക്കാം, ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കാം, സാറ്റർഡേ സൺഡേ ആയിരിക്കാം. അങ്ങനെ 7 ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് പിന്നെ വരാനുള്ളത്. ആ 2 ദിവസങ്ങൾ ഏതൊക്കെ ആവണം എന്നുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് 53 സൺഡേസ് വരാനുള്ള സാധ്യത. 53 സൺഡേ, 52 വീക്ക് ഓക്കെയാണ്, പിന്നെ 53. അപ്പോൾ നമ്മൾ ഈ എഴുതിയേക്കുന്നതിൻ്റെ ഉള്ളിൽ സൺഡേ വരാൻ എത്ര സാധ്യതകളുള്ളത്? 2 ഔട്ട് ഓഫ് ടോട്ടൽ എത്ര സാധ്യതകളുണ്ട്? 7. അപ്പം ഒരു ലീപ്പ് ഇയറിൻ്റെ ഉള്ളിൽ കൃത്യം 53 സൺഡേ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/7 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് 53 സൺഡേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/7. ക്ലിയർ ആയോ ഈ പ്രോബ്ലം? ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ കൊല്ലം എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 366 ദിവസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 53 സൺഡേസ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാം, ഈ 366നെ ഡിവൈഡ് ചെയ്യാം 7 കൊണ്ട്. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 52 എന്നായിരിക്കും ആൻസർ വരിക. റിമൈൻഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് 52 കംപ്ലീറ്റ് വീക്കുകൾ ഉണ്ടാകും. ഓക്കെ, 52 കംപ്ലീറ്റ് വീക്ക് എന്ന് പറയുമ്പോൾ 52 സൺഡേ, 52 മൺഡേ, 52 ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എല്ലാം 52 എണ്ണം ഉണ്ടായിരിക്കും. പിന്നെ വേറെ 2 ദിവസങ്ങൾ എന്തായിരിക്കും? എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വരാമെന്നാണ് നമ്മളിവിടെ 7 ഓപ്പർച്യൂണിറ്റിയായി കൊടുത്തത്. ഒന്ന് സൺഡേ ആണെങ്കിൽ മൺഡേ ആയിരിക്കും നെക്സ്റ്റ് വരിക, മൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേ, ട്യൂസ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ. അത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ സൺഡേസ് വരാൻ എത്ര സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ സൺഡേ മൺഡേ ആയിരിക്കണം, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആയിരിക്കണം. ആ പിന്നെ പെൻഡിങ് വരുന്ന 2 ദിവസങ്ങൾ. അപ്പോൾ 53 സൺഡേ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/7. 53 സൺഡേ എന്ന് മാത്രമല്ല, ലീപ്പ് ഇയറിൻ്റെ ഉള്ളിൽ വേറെ ഏത് ദിവസം 53 പ്രാവശ്യം വരണമെന്ന് പറയുവാണെങ്കിലും അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/7 ആയിരിക്കും. മൺഡേ ഇപ്പോൾ 53 പ്രാവശ്യം വരണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഒന്ന് സൺഡേ മൺഡേ എടുക്കണം, പിന്നെ മൺഡേ ട്യൂസ്ഡേ, ആ 2 വേക്കൻസീസ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്ത് വരും? 2/7 തന്നെ വരും. ഫ്രൈഡേ 2 പ്രാവശ്യം വരണമെന്നാണെങ്കിലോ തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ എടുക്കുക. അപ്പോഴും എന്ത് വരും? 2/7 വരും. ഏത് ദിവസം ഒരു ലീപ്പ് ഇയറിൻ്റെ ഉള്ളിൽ 53 ഡേയ്സ് വരുന്നുണ്ടോ നോക്കാൻ പറയുവാണെങ്കിലും അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/7 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഇതിനുള്ളിൽ നമ്മൾ ആകെ പറഞ്ഞത് എന്താണ്? പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുവാണെങ്കിൽ സാധ്യതകളാണ്. സാധ്യതകളെ കുറിച്ചാണ് നമ്മളിവിടെ പ്രോബബിലിറ്റിയിൽ പറയുന്നത്. അതായത് ചാൻസസ് ആണ്, നടക്കാം നടക്കാതിരിക്കാം. ഇപ്പോൾ പ്രോബബിലിറ്റി സക്സസ് ആണെങ്കിൽ, അതായത് നമ്മൾ പറയുന്ന പോലെ നടക്കുവാണെങ്കിൽ അതിന് നമ്മൾ P കൊണ്ട് ഡിനോട്ട് ചെയ്യും. P എന്ന് പറയുന്നത് M/N ആണ്. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിനേക്കാളും എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. പിന്നെ Q എന്ന് പറയുകയാണെങ്കിലോ അത് ഫെയിൽ ആവാനുള്ള ചാൻസ്, അതായത് 1 - M/N. ഇനി Pൻ്റെയും Qൻ്റെയും വാല്യൂസ് എന്തൊക്കെ വരാം? ഇൻക്ലൂഡിങ് 0 and 1, അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള വാല്യൂസും. 0യും വരാം, 1ഉം വരാം, 0യ്ക്കും 1നും ഇടയിലുള്ള വാല്യൂസും വരാം. അതാണ് എന്തിനു പറയുക നമ്മൾ? പ്രോബബിലിറ്റീൻ്റെ Pക്കും Qനും വരാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെന്താ നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ച് പഠിച്ചത്? പ്രോബബിലിറ്റി നമ്മൾ എഴുതുമ്പോൾ M/N എന്നാണ് എഴുതുക. P(A) എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ 2-3 പ്രോബ്ലംസ് ചെയ്തു. ഇത്ര കാര്യങ്ങൾ നമ്മൾ പ്രോബബിലിറ്റിയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു, Pയും Q എന്താണെന്ന് പറഞ്ഞു, M/N ആണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെ വാല്യൂസ് 0യ്ക്കും 1നും ഇൻക്ലൂഡിങ് 0യ്ക്കും 1ഉം ആണ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസും വരാം നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. 19.2 കാൽക്കുലേഷൻ ഓഫ് പ്രോബബിലിറ്റി യൂസിങ് കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്
പ്രോബബിലിറ്റീനെ കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും വെച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് നമ്മൾ പ്രോബ്ലംസ് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കേസിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, in the preceding section we calculate the probability of an event by listing down all possible outcomes and outcomes favorable to the event. This is possible when the number of the outcomes is small, otherwise it becomes difficult and time consuming process. In general, we do not require the actual listing of the outcomes but requires only the total number of possible outcomes and number of outcomes favorable to the event. In many cases, these can be found by applying the knowledge of permutation and combination which you have already studied. Let us consider the following example. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സോൾവ് ചെയ്യുന്നത് എന്താണ്, ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് m/n ആണ് ചെയ്യുന്നത്. അതെന്താണ്, ചെറിയ ചെറിയ സാമ്പിൾസ് ആണ് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഇനി സാമ്പിൾസ് കൂടുന്ന കേസുകളിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും യൂസ് ചെയ്യും. അത് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി വരുന്ന ഡിസെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 19.4. ഓക്കെ, ഈ ബാഗ് കണ്ടെയ്ൻ 3 റെഡ് 6 വൈറ്റ് ആൻഡ് 7 ബ്ലൂ ബോൾ. ഒരു ബാഗിനുള്ളിൽ 6 റെഡ് എണ്ണം ഉണ്ട്, 6 വൈറ്റ് ഉണ്ട്, 7 ബ്ലൂ ബോൾ ഉണ്ട്. What is the probability that 2 balls drawn are white and blue? നമ്മളിപ്പം ഒരു ബാഗിൻ്റെ ഉള്ളിൽ 3 റെഡ് ബോളുകളുണ്ട്, 6 വൈറ്റ് ബോളുണ്ട്, 7 ബ്ലൂ ബോളുണ്ട്. നമ്മൾ 2 ബോളുകൾ എടുത്തു, അതൊന്ന് വൈറ്റും ഒന്ന് ബ്ലൂവും ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മൊത്തം കുറേ സംഭവങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ ഏതോ 2 റാൻഡം ആയിട്ട് എടുത്തു, അതായത് നോക്കുന്നൊന്നുമില്ല, വെറുതെ എടുത്തു കഴിഞ്ഞപ്പം ഒന്ന് എന്തായിരിക്കണം, വൈറ്റും ആയിരിക്കണം, ഒന്ന് ബ്ലൂ ആയിരിക്കണം. അതിനുള്ള ചാൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരും നമുക്ക് ആദ്യം നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര ബോളുകൾ ഉണ്ടെന്ന് അറിയണം. റെഡ് എത്ര ഉണ്ട്, വൈറ്റ് എത്ര ഉണ്ട്, ബ്ലൂ എത്ര ഉണ്ടെന്ന് അറിയാം. അതിൻ്റെ സം എത്രയെന്ന് കാണാം. അപ്പോൾ 3 + 6 + 7 കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് നമുക്ക് കിട്ടുന്നത് എന്ത്, 17. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ 16 ബോളുകൾ ഉണ്ടെന്ന് കിട്ടി. ഇനി 16ൻ്റെ ഉള്ളിൽ നമ്മൾ ആകെ 2 എണ്ണമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ കോമ്പിനേഷൻ 16C2 എന്ന് എഴുതാം. അതായത് 16 ബോളുകൾ ഉള്ളതിൽ നിന്ന് ഏതൊക്കെയോ 2 എണ്ണമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ കോമ്പിനേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ എഴുതും, 16C2, അതായത് 16 ഫാക്ടോറിയൽ ഇൻറ്റു 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എന്തിൻ്റെ വാല്യൂ എന്ത് വരും, 120. അതായത് NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 120 കിട്ടും. അപ്പോൾ ഔട്ട് ഓഫ് 6 ബോൾസിൽ നമുക്ക് പറയേണ്ടത് എത്ര വൈറ്റ് കിട്ടണം എന്നാ, ഒരു വൈറ്റും ഒരു ബ്ലൂവും വേണം. അപ്പോൾ ടോട്ടൽ 6 വൈറ്റ് ആണുള്ളത്, അതിനുള്ള ഒരു വൈറ്റ് വരണം. ടോട്ടൽ 7 ബ്ലൂ ആണുള്ളത്, അതിനുള്ള ഒരു ബ്ലൂവും വരണം. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ എടുത്താം, 6C1. ടോട്ടൽ 6 വൈറ്റ് ഉള്ളതിന് ഒരു വൈറ്റ് വേണം, അപ്പോൾ 6C1. ടോട്ടൽ 7 ബ്ലൂ ഉള്ളതിന് ഒരു ബ്ലൂവും വേണം, അപ്പോൾ 7C1. അപ്പോൾ 6C1 × 7C1 സോൾവ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 6 × 7 = 42 എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞാൽ എന്താണ്, ഒരു വൈറ്റും ഒരു ബ്ലൂ ആണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ എത്രയെന്നാണ്, 120ൽ നിന്ന്. അപ്പോൾ എങ്ങനെ എഴുതും, ഒരു വൈറ്റും ബ്ലൂവും കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടു, 42 ഡിവൈഡഡ് ബൈ 120. സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക, 7/20. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഒരു ബാഗിൻ്റെ ഉള്ളിൽ നമുക്ക് 3 റെഡ് ബോളുകൾ ഉണ്ടായിരുന്നു, വൈറ്റ് ബോളുകൾ 6 എണ്ണം ഉണ്ടായിരുന്നു, ബ്ലൂ ബോളുകൾ 7 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ബോളുകൾ എടുത്തു, ഒരെണ്ണം വൈറ്റും ആകണം, ഒരെണ്ണം ബ്ലൂ ആകണം. അതിൻ്റെ പ്രോബബിലിറ്റി കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ടോട്ടൽ എത്ര ബോളുകൾ ഉണ്ടെന്ന് എണ്ണി. റെഡും വൈറ്റും ബ്ലൂവും കൂടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ടെന്ന്, അപ്പോൾ 3 + 6 + 7 എത്ര വരും, 16 ബോളുകൾ ഉണ്ടെന്ന് കിട്ടി. ഇനി ഈ മൊത്തത്തിലുള്ള 16 എണ്ണത്തിൽ നിന്ന് ഏതേലും 2 എണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് 2 എണ്ണം വേണേലും ആകാം. അപ്പോൾ അതിനുള്ള സാധ്യത എന്താ, 16C2. 3 കോമ്പിനേഷൻസ് ഉണ്ട്. അതിൻ്റെ വാല്യൂ ഞാൻ സോൾവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 120. അതായിരിക്കും അപ്പോൾ എൻ്റെ എന്ത് വാല്യൂ വരിക, n ആയിട്ട് വരുന്നത്. n = 16C2 = 120. ഈ ക്വസ്റ്റ്യനിൽ എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ 2 ബോൾ എടുക്കുമ്പം ഒരെണ്ണം വൈറ്റ് ആകണം, മറ്റേത് എന്തായിരിക്കണം, ബ്ലൂ ആയിരിക്കണം. അപ്പോൾ ഇനി വൈറ്റ് വരാനുള്ള സാധ്യതകൾ എന്താ, മൊത്തം എൻ്റെ കയ്യിൽ 6 വൈറ്റാണ് ഉള്ളത്, അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം എനിക്ക് എടുത്താൽ മതി. അതേപോലെ മൊത്തം 7 ബ്ലൂ ആണുള്ളത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് 1 എടുത്താൽ മതി. അപ്പോൾ എങ്ങനെ എഴുതും, 6C1 × 7C1.
അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫാക്ടർ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഫാക്ടോറിയൽ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എന്നിട്ട് 42. അപ്പോൾ 6c1 ഇൻറ്റു 7c1 ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ അതെന്ത് കിട്ടി? എം വാല്യൂം കിട്ടി. ഇനി നമുക്ക് എന്താ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ബൈ എൻ ഈക്വൽ ടു എന്ത് കൊടുക്കുക? 42 ഡിവൈഡഡ് ബൈ 120. സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 7/20. അപ്പോൾ അത്രയും. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ എന്ത് കിട്ടി? 42/120, അതായത് 7/20. അപ്പം മൊത്തം എൻ്റെ കയ്യിൽ ഒരു 16 ബോളുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ 2 ബോൾ എടുത്തു. ഒരെണ്ണം വൈറ്റും ഒന്ന് ബ്ലൂ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 7/20 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ കോമ്പിനേഷനും പെർമ്യൂട്ടേഷൻസും യൂസ് ചെയ്യുന്നത്. കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസും വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും ജസ്റ്റ് അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ റിമാർക്ക് നോക്കാം. വെൻ 2 or more balls are drawn from a bag containing several balls, there are 2 ways in which these balls can be drawn. അതായത് നമുക്കിപ്പോൾ ഒരു ബാഗ് ഉണ്ട്. ബാഗിൻ്റെ ഉള്ളിൽ കുറച്ച് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും 2 കളറിലുള്ള ബോളുകൾ എടുക്കാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന് വിത്ത് റീപ്ലേസ്മെൻറ്റ്, മറ്റേത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഈ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദ ബോൾ ഫസ്റ്റ് ഡ്രോൺ ഈസ് നോട്ട് പുട്ട് back in the bag when the second bag ball is drawn. The third ball is also drawn without putting back the ball drawn earlier and so on. Obviously, the case is drawing the ball without replacement is same as drawing them together. Okay, അപ്പോൾ നമ്മൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഒരു ഗിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചോ. ക്രിസ്മസ് ഫ്രണ്ട് നമ്മൾ ലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പേര് എഴുതിയിട്ടായിരിക്കും നമ്മൾ എന്ത് എഴുതുക? ലോട്ട് എഴുതുക. എന്നിട്ട് ഒരാളൊരു ലോട്ട് എടുത്തു. ആ ലോട്ട് അയാളുടെ കൈ വെക്കുക. തിരിച്ചും അതിൻ്റെ പേര് ഇന്ന ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയെന്നുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചിടുന്നുണ്ടോ? ഇല്ല. ആ ലോട്ട് എന്ത് ചെയ്യും? എടുത്ത ആളുടെ കയ്യിലേക്ക് വെക്കും. ഞാൻ അടുത്ത ആളുടെ അടുത്ത് പോകുമ്പോൾ അയാളൊരു ലോട്ട് എടുക്കും, അത് അയാളുടെ കയ്യിലേക്ക് വെക്കും. ഇത് തിരിച്ചു വെക്കുന്നില്ല. അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാനൊരു ലോട്ട് എടുത്തു, അത് ഇതിനുള്ളിലേക്ക് തിരിച്ചു വെക്കുന്നില്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുവാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുവാണെങ്കിൽ ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ലോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ലോട്ട് എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു കുട്ടീൻ്റെ അടുത്ത് ചെന്നു. ആ കുട്ടിയുടെ ലോട്ട് എടുത്തിട്ട് നോക്കിയിട്ട് അത് തിരിച്ച് എൻ്റെ കയ്യിലേക്ക് ഇട്ടു. നെക്സ്റ്റ് കുട്ടീൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ കുട്ടി ഒരു ലോട്ട് എടുത്തു, അത് നോക്കി തിരിച്ച് എൻ്റെ കയ്യിലേക്ക് ഇട്ടു. അങ്ങനെ പറയുവാണെങ്കിൽ അതാണ് എന്ത്? വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഞാൻ എടുത്തു, തിരിച്ച് എൻ്റെ കയ്യിലേക്ക് വെച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ടോട്ടൽ കുട്ടികളുടെ പേര് എപ്പോഴും എൻ്റെ കൈൻ്റെ ഉള്ളിൽ തന്നെ കാണും. മറ്റേതെന്താ? ഓരോരുത്തർ എടുക്കുന്നതിനനുസരിച്ച് ഓരോന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം, ഇപ്പം അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഇങ്ങനെ ലോട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളാണെങ്കിൽ 50 കുട്ടികളുടെയും പേര് ഞാൻ എന്ത് എഴുതും? ലോട്ടിലെഴുതി എൻ്റെ കയ്യിൽ വെക്കും. എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഓരോരുത്തർ ഓരോ ലോട്ട് എടുക്കും. അപ്പോൾ എൻ്റെ ആദ്യം എൻ്റെ കയ്യിൽ 50 എണ്ണം ഉണ്ട്. ആദ്യത്തെ കുട്ടി ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവുക? 49. ഇനി നെക്സ്റ്റ് കുട്ടിയുടെ അടുത്ത് ആ കുട്ടി ഒരെണ്ണം കൂടി എടുത്ത് കഴിയുമ്പോൾ പിന്നെ എൻ്റെ കയ്യിലുണ്ടാവും 48. അങ്ങനെ ലാസ്റ്റത്തെ കുട്ടീൻ്റെ അടുത്ത് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ എന്താ ഉണ്ടാവുള്ളൂ? 1. ആ കുട്ടി അത് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ലോട്ട് തീർന്നു. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റാണ്. നിങ്ങൾ ഒരെണ്ണം എടുത്തു, അത് നിങ്ങളുടെ കയ്യിലാണ് വെക്കുന്നത്. ക്ലിയർ? രണ്ടാമത്തത് വിത്ത് റീപ്ലേസ്മെൻറ്റ്. മൊത്തം എൻ്റെ കയ്യിൽ 50 ലോട്ടുണ്ട്. ഞാനിങ്ങനെ ഫസ്റ്റത്തെ കുട്ടീൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ കുട്ടി ലോട്ട് എടുത്ത് വായിച്ചു നോക്കിയിട്ട് തിരിച്ച് എൻ്റെ കയ്യിലേക്ക് ഇടുമ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ എന്തുണ്ടായി? 50 എണ്ണം ഉണ്ട്. അടുത്ത കുട്ടീൻ്റെ അടുത്ത് പോയി. ആ കുട്ടി ലോട്ട് എടുത്ത് വായിച്ചു നോക്കി തിരിച്ച് എൻ്റെ കയ്യിൽ ഇടുമ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 50 എണ്ണം ഉണ്ട്. അങ്ങനെ എത്ര ടൈംസ് ഞാൻ പോകുന്നോ അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ 50 തന്നെ ഉണ്ടെങ്കിൽ അതെന്താണ്? കുട്ടി നോക്കിയിട്ട് തിരിച്ചിട്ടു. അതാണ് എന്ത് പറയുന്നത്? വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രോബബിലിറ്റി ഓഫ് വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. നമ്മളിപ്പം ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ എക്സാമ്പിളൂടെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതേപോലെ നമ്മളിപ്പം ഒരു ബോളിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, റെഡ് ബോളും വൈറ്റ് ബോളും വരാനുള്ള കേസ്, അതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് പറയാം? വിത്ത് റീപ്ലേസ്മെൻ്റ് ആണോ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും 52 കുട്ടികളുടെ ലോട്ട് എൻ്റെ കയ്യിലുണ്ടായിരിക്കും. വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണെങ്കിലോ ഓരോരുത്തർ ലോട്ട് എടുക്കുന്നതിനനുസരിച്ച് എൻ്റെ കയ്യിലുള്ള കുട്ടികളുടെ പേരിൻ്റെ എണ്ണം എന്താവും? കുറഞ്ഞു വരും. നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ചാൽ വിത്തും വിത്തൗട്ടും മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 19.5. 6 cards are drawn at random from a pack of 52 cards. മൊത്തം എൻ്റെ കയ്യിൽ
52 കാർഡുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു 6 കാർഡ് എടുത്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് 3 വിൽ ബി റെഡ് ആൻഡ് 3 ബ്ലാക്ക്? അപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം 52 കാർഡാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ 6 കാർഡ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 3 എണ്ണം റെഡും 3 എണ്ണം ബ്ലാക്കും വരാനുള്ള പ്രോബബിലിറ്റിയാണ് എന്നോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും വെച്ച് എങ്ങനെ എഴുതാം? മൊത്തം 52 കാർഡുണ്ട്. അതിനുള്ളിൽ നിന്ന് 6 എണ്ണമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 52C6 അതായിരിക്കും എന്താ വരിക? ഡിനോമിനേറ്റർ n ആയിട്ട് വരിക. ഇനി എൻ്റെ കയ്യിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് 3 എണ്ണം റെഡും 3 എണ്ണം വൈറ്റും ആകണം. അപ്പോൾ ബ്ലാക്കും ആണ്. അപ്പോൾ റെഡ് വരാനുള്ള സാധ്യത എന്തായിരിക്കും? മൊത്തം നമ്മുടെ കയ്യിൽ 52 കാർഡാണെങ്കിൽ ആ കാർഡിൻ്റെ ഉള്ളിൽ എത്ര ബ്ലാക്കാണ് എത്ര റെഡാണ്? 26 എണ്ണം റെഡും 26 എണ്ണം ബ്ലാക്കും ആയിരിക്കും. അപ്പോൾ 26 അതിൻ്റെ ഉള്ളിൽ 3 എണ്ണമാണ് ബ്ലാക്ക് വരുന്നത്, 26C3. ഇനി 3 എണ്ണം റെഡ്, 26C3. ഇപ്പോൾ 26C3 ഇൻറ്റു 26C3 ഓൾ ഡിവൈഡഡ് ബൈ 52C3 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 13,000 ഡിവൈഡഡ് ബൈ 39,151 എന്ന് വരും. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എൻ്റെ വാല്യൂ. ക്ലിയർ? ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ചെയ്തത്, നമ്മൾ കാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചീട്ട് കളിക്കുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം 52 കാർഡാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. 13 എണ്ണം ആസ് ആയിരിക്കും, 13 എണ്ണം ഡയമണ്ട്, 13 ലവ്, 13 മറ്റേത്, അങ്ങനെ 13 ആയിരിക്കും എല്ലാം ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ വരുന്ന, റെഡ് കളർ വരുന്നതാണ് ഡയമണ്ടും ഹാർട്ടും. ഓക്കെ, അതേപോലെ ബ്ലാക്ക് വരുന്നതാണ് ഏസും മറ്റേതും. അപ്പം അതിൻ്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? റെഡ് മൊത്തത്തിൽ 26 എണ്ണം ഉണ്ടായിരിക്കും, ബ്ലാക്ക് മൊത്തത്തിൽ 26 എണ്ണം ഉണ്ടായിരിക്കും. ഈ മൊത്തത്തിൽ 26 ബ്ലാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ 3 ബ്ലാക്ക് എടുത്തു. മൊത്തം 26 റെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ 3 റെഡ് എടുത്തു. അതാണ് 26C3 ഇൻറ്റു 26C3 എന്ന് എഴുതിയേക്കുന്നത്. ടോട്ടൽ എൻ്റെ കയ്യിൽ എത്ര ഉള്ളത്? 52 എണ്ണം. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഞാൻ എത്ര എടുക്കുന്നു? 6 എണ്ണം. അപ്പോൾ 52C6 എന്ന് എഴുതി. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോമ്പിനേഷൻ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 4 persons are chosen at random from a group of 3 men and 2 women and 2 children. അതായത് 4 ആൾക്കാരെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. ആ ഗ്രൂപ്പിൽ മൊത്തം 3 പുരുഷന്മാരും 2 സ്ത്രീകളും 4 കുട്ടികളാണുള്ളത്. ഷോ ദാറ്റ് ദ ചാൻസ് ദാറ്റ് എക്സാക്ട്ലി 2 of them will have children is 10/21. അപ്പോൾ നമ്മളോട് ഇവിടെ കാണിക്കാൻ പറഞ്ഞാൽ ഷോ ദാറ്റ് ദ ചാൻസ് ദാറ്റ് എക്സാക്ട്ലി 2 of them, നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ 2 പേര് എന്തായാലും എന്തായിരിക്കണം? ചിൽഡ്രൻ ആവാനുള്ള ചാൻസ് 10/21 ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് തന്നേക്കുന്നതിൻ്റെ ഉള്ളിൽ ടോട്ടൽ എത്ര ആൾക്കാരുള്ള? 3 പുരുഷന്മാർ, 4 സ്ത്രീകൾ, 4 കുട്ടികൾ. അപ്പം 3 + 2 + 4 = 9 ആൾക്കാരെ മൊത്തത്തിലുള്ളത്. 4 persons are chosen at random. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തത്തിൽ ഞാനൊരു 4 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ 9 പേരുള്ളതിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? 9C4. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി if 2 of the chosen persons are children, then the remaining 2 can be chosen from ആരെടുക്കാം? നമ്മൾ പറഞ്ഞു, നമ്മൾ എടുക്കുന്നതിൻ്റെ ഉള്ളിൽ എന്തായാലും 2 ആൾക്കാർ എന്താണ്? കുട്ടികളാണ്. ബാക്കി 2 പേരെന്തായിരിക്കാം? സ്ത്രീ ആകാം, പുരുഷനാകാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ സ്ത്രീകളും പുരുഷനും വരാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 3 മെന്നും 2 വുമൻസും. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 5C2 എടുക്കുക. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ത് വരും എന്നറിയാം? ബാക്കി കുട്ടികളല്ലാതെ ബാക്കി എത്ര ആൾക്കാർ വരുന്ന അറിയാം. ഇനി കുട്ടികൾ വരാനുള്ള സാധ്യത എന്താ? മൊത്തം 4 കുട്ടികൾ, 2 പേര് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ 4C2. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുക? 4C2 ഇൻറ്റു 5C2 ഡിവൈഡഡ് ബൈ 9C4 ഈക്വൽ ടു 6 × 10 ഡിവൈഡഡ് ബൈ 126 ഇസ് ഈക്വൽ ടു 10/21 എന്നായിരിക്കും നമ്മുടെ പ്രോബബിലിറ്റി കിട്ടുക. ക്ലിയർ ആണോ ഇത്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മൊത്തത്തിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളും 4 കുട്ടികളും ഉള്ളൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇതിനുള്ളിൽ മൊത്തം എത്ര ആൾക്കാരുണ്ട്? 9 ആൾക്കാരുണ്ട്. ഈ 9 പേരിൽ നിന്ന് 4 പേരെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ 4 പേരെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത കോമ്പിനേഷൻ വെച്ച് എങ്ങനെ പറയാം? 9C4. അത് ക്ലിയർ ആണ്. ഇനി നമ്മളോട് പറയുന്നത്, ഞാൻ ഈ സെലക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ എന്തായാലും 4 പേരെ ഞാൻ സെലക്ട് ചെയ്യുന്നു മൊത്തം 9 പേരിൽ നിന്ന്. അതിൻ്റെ ഉള്ളിൽ 2 പേര് എന്തായാലും കുട്ടികളായിരിക്കണം. അപ്പോൾ കുട്ടികൾ വരാനുള്ള സാധ്യത എന്താ? മൊത്തം 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ 4C2. ഇനി ബാക്കി പുരുഷനോ സ്ത്രീയോ ആകാം. അപ്പോൾ പുരുഷനാവാനുള്ള ചാൻസ് എന്താ? 3 ആണ്. സ്ത്രീകൾ വരാനുള്ളത് 2. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 5C2. 5 പേരിൽ നിന്നാണ് ബാക്കി 2 പേര് വരുന്നത്. അതാണ് 5C2.
അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും 5c2 ഇൻറ്റു 4c2 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് 9c4. അത് സോൾവ് ചെയ്യുമ്പം 60 ഡിവൈഡഡ് ബൈ 126 എന്ന് വരും. അത് സോൾവ് ചെയ്താൽ 10/21 ആയിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന മൊത്തത്തിൽ 9 ആൾക്കാരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 പേര് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ? ഇതാണ് നമ്മൾ ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷൻസും വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ വരിക. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും പറയുമ്പോൾ നമ്മൾ സാധാ സോൾവ് ചെയ്ത പ്രോബ്ലംസ് പോലെ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ, ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര ആൾക്കാരുണ്ടോ അതിൽ നിന്ന് എത്ര ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു എഴുതും. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് സെക്ഷൻ 19.3. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി, വാട്ട് ഇസ് മൈ പ്രോബബിലിറ്റി എന്ന സാധ്യതകളാണ്, പി എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഫെയിലർ ആണ്, പ്രോബബിലിറ്റി പിന്റെയും ക്യൂവിൻ്റെയും വാല്യൂ ഇൻക്ലൂഡിങ് 0 or 1 അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കാം വരുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പി എന്ന് പറയുകയാണെങ്കിൽ m/n ആണ്, ക്യൂ എന്ന് പറയുന്നത് 1 - m ഡിവൈഡഡ് ബൈ n ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോമ്പിനേഷനും പെർമ്യൂട്ടേഷനിലേക്ക് വന്നു. കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ സെലക്ട് ചെയ്തു തിരിച്ചു വെച്ചു. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മളൊരാളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു വെക്കും. നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് എക്സാമ്പിളായിട്ട് ഓർത്താൽ മതി, വിത്തും വിത്തൗട്ടും റീപ്ലേസ്മെൻറ്റ് പറയുമ്പം. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് വേണം കോമ്പിനേഷനും പെർമ്യൂട്ടേഷനുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോമ്പിനേഷൻ വരുന്ന കേസുകൾ എങ്ങനെ അതിനെ എടുക്കണം, അത്രയും കാര്യങ്ങളെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. 19.3 ഇവൻറ്റ് റിലേഷൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ഇവൻറ്റ്? നമ്മൾ സാധാ സെറ്റ് പഠിച്ചപ്പോൾ എന്താണ് കോംപ്ലിമെൻറ്റ്, എന്താണ് യൂണിയൻ, എന്താണ് ഇൻ്റർസെക്ഷൻ എന്നൊക്കെ നോക്കി. അതേപോലെ പ്രോബബിലിറ്റീൻ്റെ ഉള്ളിൽ വരുമ്പം അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ ഉള്ളിൽ വരുമ്പം എന്താണ് അതിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ കോംപ്ലിമെൻറ്റ്, എന്താണ് അതിൻ്റെ ഇൻ്റർസെക്ഷൻ, എന്താണ് അതിൻ്റെ ഉള്ളിൽ ഇവൻറ്റ് എയും ബിയും, അതൊക്കെയാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവൻറ്റ് റിലേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ റിലേഷൻ 19.3.1 ആണ് പറയുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഇവൻറ്റ്. Let us consider the example of throwing a fair die. The sample space of this experiment is, അതായത് ഞാനിപ്പോൾ ഒരു ഡൈ റോൾ ചെയ്തു. അപ്പോൾ ഡൈ റോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ചാൻസസ് വരാം, ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അപ്പോൾ ഞാനൊരു ഡൈ റോൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാനുള്ള ചാൻസസ് ആയിരിക്കും 1, 2, 3, 4, 5, 6. If A be the event of getting an even number, then the sample points, അതായത് ഞാനിപ്പോൾ ഒരു ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടാവുന്ന സാധ്യത ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും, 2 ആയിരിക്കാം, 4 ആയിരിക്കാം, 6 ആയിരിക്കാം. ഇനി ഞാൻ റോൾ ചെയ്യുമ്പോൾ ഓഡ് നമ്പേഴ്സാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ സാധ്യത 1 ആകാം, 3 ആകാം, 5 ആയിരിക്കാം. അപ്പോൾ ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ഔട്ട്കം വിച്ച് ആർ നോട്ട് ഫേവറബിൾ ടു ആൻ ഇവൻറ്റ് എ ഈസ് കോൾഡ് ആസ് കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഇവൻറ്റ് എ. ദ ഔട്ട്കം ഫേവറബിൾ ടു ദ കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഇവൻറ്റ് എ ഈസ് കൺസിഡേർഡ്. നമ്മളിങ്ങനെ പറയും എ കോംപ്ലിമെൻറ്റ്, നമ്മൾ സാധാ പറഞ്ഞ പോലെ തന്നെ. ക്ലിയർ ആണോ? അതായത് ഞാൻ എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി, മൊത്തത്തിൽ ഞാനൊരു കോയിൻ ഉണ്ട്, ഒരു കോയിൻ ഞാൻ കോയിൻ മീൻസ് നമ്മുടെ ഡൈ, നമ്മൾ ഡൈ റോൾ ചെയ്തു. ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മൊത്തത്തിൽ 6 സാധ്യതകൾ വരാം. 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. അപ്പോൾ ഞാനൊരു ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടുന്നത് ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈവൻ നമ്പേഴ്സ് വരാനുള്ള സാധ്യത ഒന്നെങ്കിൽ 2 വന്നാൽ ഈവനായി, 4 വന്നാൽ ഈവനായി, 6 വന്നാൽ ഈവനായി. ഇനി 2ഉം 4ഉം 6ഉം അല്ലാതെ വേറെ ഏത് വാല്യൂ വരുവാണെങ്കിലും അതെന്താണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയും. കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 1 ആകാം, 3 ആകാം, 5 ആകാം. അതിന് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എ കോംപ്ലിമെൻ്റ് തന്നെ. നമ്മൾ സാധാ കോംപ്ലിമെൻറ്റുള്ള എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം നടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യം നടക്കുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, കോംപ്ലിമെൻ്റ് ഓഫ് ദ ഇവൻ്റ് എന്ന് പറയും. കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എടുക്കുക. ഇപ്പം ഞാനൊരു ഡൈ റോൾ ചെയ്തു. ഡൈ റോൾ ചെയ്യുമ്പം ഞാൻ പറയുന്നത് 1 വരാം, 2 വരാം, 3, 4, 5, 6 6 സാധ്യതകൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ടോട്ടൽ സാധ്യതകളാണ് ഈ 6 എനിക്ക് വേണ്ടത് ഞാൻ റോൾ ചെയ്യുമ്പം ഈവൻ നമ്പേഴ്സ് വരാമെന്നുള്ളതാണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് വരാൻ ആരൊക്കെ വന്നാൽ മതി, ഒന്നെങ്കിൽ 2 വരണം, 4 വരണം, 6 വരണം. അതിന് പകരം എനിക്ക് ഓഡ് നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ അതാണ് എൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിനാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, കോംപ്ലിമെൻ്റ് ഓഫ് ദി ഇവൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെക്ഷനിൽ ഇവൻറ്റ് എയും ബിയും എന്താ നമുക്ക് നോക്കാം. ലെറ്റ് us കൺസിഡർ ദി എക്സാമ്പിൾ ഓഫ് ത്രോയിങ് എ ഡൈ
A is the event of getting the multiples of 2 and B is the another event of getting multiples of 3. ഞാൻ പറയാണ്, ഞാനൊരു ഡൈ റോൾ ചെയ്തു. ഡൈ റോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്കംസ് ഏതൊക്കെ വരാം? 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. അപ്പോൾ എ എന്ന് പറയുന്ന ഇവൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്, എ എന്ന് പറയുന്ന ഇവൻറ്റിൽ എനിക്ക് കിട്ടുന്ന എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 2ൻ്റെ മൾട്ടിപ്പിൾസ് ആരാ? 2, 4, 6. ബി എന്ന് പറയുന്നത് ഞാൻ ആ ഡൈ റോൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 3ൻ്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയായിട്ടുള്ളത്? 3ഉം 6ഉം. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ യൂണിയൻ എടുക്കാം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇൻ്റർസെക്ഷൻ എടുക്കാം നമ്മൾ നോക്കുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിൽ എല്ലാവരും എഴുതും, ബിയിൽ എല്ലാവരും എഴുതും. അപ്പോൾ എയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? 2ഉം 4ഉം 6ഉം. ബിയിൽ ആരാ ഉണ്ടായിരുന്നത്? 3ഉം 6ഉം. അപ്പോൾ എല്ലാം കൂടി എഴുതുമ്പോൾ എങ്ങനെ വരും? 2, 3, 4, 6. അതാണ് എ യൂണിയൻ ബി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ഉണ്ടാകണം, ബിയിലും ഉണ്ടാകണം. എയിൽ ആരൊക്കെ ഉള്ളത്? 2, 4, 6. ബിയിൽ ആരുള്ളത്? 3ഉം 6ഉം. എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഇപ്പോൾ ആരുണ്ടാവുക? 6 മാത്രം. ഓക്കെ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഒരു എക്സാമ്പിൾ കൂടെ പറയും. ഇതിൽ എ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? എയിലുള്ളത് ആരൊക്കെയാ? 2ഉം 4ഉം 6ഉം. ഇപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ ആരൊക്കെ വരും? 1, 3, 5. ഓക്കെ, അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു, എന്താണ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു, എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കുന്നത്, ഇവൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പിന്നെ വെൻ ഡയഗ്രാം വെച്ചിട്ട് ഇൻ്റർസെക്ഷൻ കാണിക്കാൻ പഠിച്ചായിരുന്നു, കോംപ്ലിമെൻറ്റ് കാണിക്കാൻ പഠിച്ചായിരുന്നു, യൂണിയൻ കാണിക്കാൻ പഠിച്ചായിരുന്നു. അത് തന്നെയാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നെക്സ്റ്റും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇവൻറ്റുകളാണ്. ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റിൽ പഠിച്ചതുപോലെ എന്താണ് കോംപ്ലിമെൻറ്റ്, എന്താണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, അതേപോലെ പിന്നെ എന്താ പറയുന്നത്, വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് എക്സാമ്പിളിൽ കൂടെ പറയാം. ഇവിടെ അതിനനുസരിച്ച് വെൻ ഡയഗ്രാംസും കൊടുത്തിട്ടുണ്ട്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? എയിലുള്ള എല്ലാവരും എടുത്തെഴുതും, ബിയിലുള്ള എല്ലാവരും എടുത്തെഴുതും. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലും കോമൺ ആയി വരും. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ ഉണ്ടാകണം, ബട്ട് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവൻറ്റ് എ ഓർ ബി നോക്കാം. ലെറ്റ് us consider the example of throwing a die. A is the event of getting a multiple of 2 and B എന്ന് പറയുന്നത് multiple of 3 എന്ന് പറഞ്ഞു. അപ്പോൾ the outcome multiple of 2 വരാനുള്ള ചാൻസ് എന്താ? 2, 4, 6 ആയിരിക്കും. B അതായത് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ 3ഉം 6ഉം ആയിരിക്കും. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2, 3, 4, 6 വരും. Again, if A is a getting even number and B is another even of getting an odd number, എ എന്ന് പറഞ്ഞാൽ 2, 4, 6 ആയിരിക്കും. ബി എന്ന് പറഞ്ഞാൽ 1, 3, 5, 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 വന്നു. ക്ലിയർ അല്ലേ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നുള്ളൂ. അപ്പം ഹിയർ ഇറ്റ് മേ ബി ഒബ്സർവ്ഡ് ദാറ്റ് ഇഫ് എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ്, ദ ഇവൻറ്റ് എ ഓർ ബി, ഓർ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് എ യൂണിയൻ ബി, വിൽ കൺസിസ്റ്റ് ഓഫ് ദ ഔട്ട്കംസ് വിച്ച് ആർ ഏതർ ഫേവറബിൾ ടു എ ഓർ ഏതർ ഫേവറബിൾ ടു ബി, അല്ലെങ്കിൽ ബോത്ത് ഇവൻ്റ് ആയിരിക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി ആയിരിക്കാം, ബി എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി ആയിരിക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവനും ഓടും വരാനുള്ള പ്രോബബിലിറ്റി ആയിരിക്കാം, എ ഓർ ബി. അതാണ് എ യൂണിയൻ ബിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർസെക്ഷനുള്ളതാണ്. എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ ഈവൻ നമ്പേഴ്സ് വരാനുള്ള സാധ്യത, ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ആരാ കോമൺ ആയിട്ട് വരുന്നത്? 6 വരും. അതാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ. നമ്മൾ ഇൻ്റർസെക്ഷനെ ഇവിടെ വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ട് 6 വരുന്നത് എങ്ങനെയാണ്. ഹിയർ വി ഒബ്സർവ് ദാറ്റ് ദി ഔട്ട്കം 6 is favorable to both events A and B. Draw a card from a well shuffled deck of 52 cards. A and B are 2 events defined as, A എന്ന് പറയുന്ന ഒരു റെഡ് കാർഡ് ആണ്, ബി എന്ന് പറഞ്ഞ ഒരു കിങ് ആണ്. ഇതൊക്കെ നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്താൽ ഇത് പ്രോബബിലിറ്റിൻ്റെ ഉള്ളിൽ വരുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു റെഡ് കാർഡാണ്, ബി എന്ന് പറയുന്നത് അത് കിങ് ആവാനുള്ള സാധ്യത. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു കാർഡ് എടുക്കണമെങ്കിൽ എത്ര കിങ് വരാം? 4 കിങ് ഉണ്ടാവും അല്ലേ? 2 ബ്ലാക്ക് കിങ്ങും 2 റെഡ് കിങ്ങും. അപ്പോൾ നമ്മുടെ കിങ് എന്തായിരിക്കണം? റെഡ് കിങ് ആയിരിക്കണം. അപ്പോൾ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/4. ഓക്കെ, അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ആ സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയാലോ? ഇവിടെ നമ്മൾ ഇവൻറ്റ്സ് ആണ് ഉദ്ദേശിച്ചത്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒക്കർ ചെയ്യാനുള്ള സാധ്യത യൂണിയൻ ആയിരിക്കാം, ഇൻ്റർസെക്ഷൻ ആയിരിക്കാം, കോംപ്ലിമെൻ്റ് ആയിരിക്കാം, പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടില്ല വെൻ ഡയഗ്രാം ആയിട്ട് അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 19.4 additive law of probability.
നമ്മൾ ആഡിറ്റീവ് ലോ ആണ് നോക്കാൻ പോകുന്നത്, പ്രോബബിലിറ്റി. ഈ ആഡിറ്റീവ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് പ്രോബബിലിറ്റീൻ്റെ. നമ്മളിപ്പോൾ മാത്രമല്ല, ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ഇനി ഡിഗ്രിക്ക് പഠിക്കുവാണെങ്കിലോ പി ജിക്ക് പഠിക്കുവാണെങ്കിലോ നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോവുകയാണെങ്കിലോ അതിനുള്ളിൽ വരും. ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, അത് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ലെറ്റ് എ ബി ദ ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ആൻഡ് ബി ബി ദ ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ prime number in a single throw of a die. What will be the probability that it is either an odd or a prime number? അതായത് നമ്മളൊരു ഡൈ റോൾ ചെയ്തു, ഡൈനുള്ളിൽ മൊത്തം എത്ര ഔട്ട്കംസ് വരാം? 1 2 3 4 5 6. എ എന്ന് പറയുന്ന ഇവൻറ്റിൽ അതെന്താണ്? ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആകാം, 3 ആകാം, 5 ആകാം. ബി എന്ന് പറയുന്നത് അതൊരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ ആവണമെങ്കിൽ എന്താ, ഏതൊക്കെ പ്രൈം നമ്പേഴ്സ്? 2 3 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഐദർ ആൻ ഓഡ് അല്ലെങ്കിൽ ഒരു പ്രൈം. ഒന്നെങ്കിൽ അത് ഓഡ് അല്ലെങ്കിൽ പ്രൈം ആവാനുള്ള സാധ്യത. ഏതർ അല്ലെങ്കിൽ ഓർ ഒക്കെ വരാണെങ്കിൽ നമ്മൾ എന്തെടുക്കുക? യൂണിയൻ എടുക്കും. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു 1 2 3 5 മൊത്തമുള്ള സാധ്യതകളെ നമ്മൾ അങ്ങനെ എടുത്തെഴുതി. ഓക്കെ, ദസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഐദർ ആൻ ഓഡ് നമ്പർ ഓർ എ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/6, അതായത് 2/3. To discover an alternative method, we can proceed as follow. The outcome favorable to an event A എന്ന് പറയുന്നത് 1 3 5 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/6 ആയിരിക്കും. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 3/6 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എയും ബി എന്നും പറയുന്നത് എന്തായിരിക്കും? ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3/6 പ്ലസ് 3/6 മൈനസ് 2/6. കാരണം കോമൺ ആയിട്ട് വരുന്നവരെ അതാണ് 2/6. അപ്പോൾ എന്ത് വരും? 4/6 ഈക്വൽ ടു 2/3. ക്ലിയർ ആയോ? നമ്മളിവിടെ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും ഐദർ അല്ലെങ്കിൽ ഓർ യൂണിയൻ വരുമ്പോൾ ആഡ് ചെയ്യുമ്പം അതിന് വേണ്ടിയുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 3/6 ആണ്. പ്രോബബിലിറ്റി ബി വരാനുള്ള സാധ്യതയും 3/6 ആണ്. ഇനി എയും ബിയും ഇൻ്റർസെക്റ്റ് ആയത് വരാനുള്ള സാധ്യത എന്താണ് ഇവിടെ? 2 സാധ്യതകളുണ്ട്. 2/6 ഉണ്ട്. അതായത് 3ഉം 5ഉം കോമൺ ആയിട്ട് വരാം. അപ്പോൾ ആഡ് ചെയ്യുമ്പം 3/6 പ്ലസ് 3/6 മൈനസ് 2. ഓൾറെഡി ഈ ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള ആഡ് ചെയ്തുകൊണ്ട് അത് കുറച്ചു 2/6. അപ്പം 6/6 മൈനസ് 4/6 ഈക്വൽ ടു 2/6 എന്ന് വരും. അതായത് 2/3 എന്ന് വരും. അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. Thus we state that the following law called additive law which provide a technique to find the probability of union of two events when they are not disjoint. നമുക്ക് 2 ഇവൻറ്റ്സ് തരുവാണെങ്കിൽ അതിൻ്റെ യൂണിയൻ കാണാനുള്ള ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് പ്രോബബിലിറ്റി ഓഫ് എ വരാനുള്ള സാധ്യത പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി വരാനുള്ള സാധ്യത, അതിൽ നിന്ന് കുറയ്ക്കുക എന്ത്? എയും ബിയും കൂടെ വരാനുള്ള സാധ്യത. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനുകളൊന്ന് ബോക്സിലാക്കി വെക്കണം. ഇതാണ് നമ്മൾ പഠിക്കുന്ന യൂണിയൻ അല്ലെങ്കിൽ ആഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 2 പ്രോബബിലിറ്റീസ് തമ്മിലുള്ള സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. കാരണം എ ഇൻ്റർസെക്ഷൻ ബി കുറയ്ക്കാൻ കാരണം ഓൾറെഡി പ്രോബബിലിറ്റി ഓഫ് എൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത വാല്യൂ ബീൻ്റെ കൂടെ ആഡ് ചെയ്ത വാല്യൂ ആണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ വരുന്നത്, കോമൺ വാല്യൂ ആയിട്ട്. അപ്പോൾ അത് ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പിന്നെ കുറയ്ക്കുന്നത്. ഓക്കെ, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതൊന്ന് ബൈ ഹാർട്ട് ആക്കി വെക്കാം. ഓക്കെ, അതാണ് ആഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ 19.7. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾ ഡെക്ക് ഓഫ് 52 കാർഡ്. നമ്മളൊരു കാർഡ് എടുത്തു, മൊത്തത്തിൽ 52 കാർഡ് ഉള്ളത്. വാട്ട് ഇസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഐദർ എ സ്പേഡ് ഓർ എ കിങ്? ഒന്നെങ്കിൽ അത് സ്പേഡ് ആവണം അല്ലെങ്കിൽ അത് കിങ് ആവണം. അതിനുള്ള സാധ്യത എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇഫ് എ കാർഡ് ഇസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ വെൽ ഷഫിൾ ഡെക്ക് ഓഫ് കാർഡ്, ദ ലൈക്ലിഹുഡ് ഓഫ് എനി ഓഫ് 52 കാർഡ് ബീങ് ഡ്രോൺ ഇസ് സെയിം. ഏത് കാർഡ് വരാനുള്ള സാധ്യത എന്താണ്? സെയിം ആണ്. Obviously the same sample space consists 52 sample point. If A and B denote the event of drawing the spade card and a king respectively, the event consists of 13 sample points, whereas event B consists of 4 sample points. അതായത് സ്പേഡ് എന്ന് പറയുമ്പോൾ 13 സ്പേഡ് കാർഡുകൾ ഉണ്ടായിരിക്കും,
കിങ്ങുകൾ മൊത്തത്തിൽ എത്ര ഉണ്ടാവുക? 4 എണ്ണം. അപ്പോൾ എ വരാനുള്ള സാധ്യത എന്താണ്? 13 എണ്ണം ഉണ്ട്. ബി വരാനുള്ള സാധ്യത എന്താണ്? 4 എണ്ണമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 13/52 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 4/52 ആയിരിക്കും. അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയി വരാൻ ആരൊക്കെ ഉണ്ടാവും? സ്പേഡിലെ കിങ് തന്നെ ഒരു കിങ് ആയിട്ട് വരാം. അപ്പോൾ അതെന്താണ്? 1/52 എ ഇന്റർസെക്ഷൻ ബി. നമ്മൾക്ക് വേണ്ടത് എ ഓർ ബി, ഐദർ എ ഓർ ഐദർ ബി. അപ്പോൾ എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ എന്താണെന്നറിയാം, പ്രോബബിലിറ്റി ഓഫ് ബി എന്താണെന്നറിയാം, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്നറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 13/52 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 4/52 മൈനസ് എ ഇന്റർസെക്ഷൻ ബി 1/52. അതായത് 16/52 = 4/13 ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോബബിലിറ്റി ഓഫ് എ വരാനുള്ള പ്രോബബിലിറ്റി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി വരാനുള്ളത് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കിട്ടി. ഇത് നമ്മൾ എന്തിൽ ചെയ്തിട്ടുണ്ട്? നമ്മുടെ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ സെറ്റ്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ ചെയ്ത തന്നെ ആൻസേഴ്സ് ഒക്കെ സെയിം ആണ്. പക്ഷെ പ്രോബബിലിറ്റി വെച്ച് പറയുന്നു എന്ന് മാത്രമേ ഇതിനകത്തൊരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് throwing 2 fair dice, consider the event. First event, the sum of numbers on the face is 8. Second event, doubles are thrown. What is the probability of getting A or B? അപ്പോൾ എ ഓർ ബി എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി ആണ് ഇവിടെയും കാണേണ്ടത്. ഇപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഇൻ എ ത്രോ ഓഫ് 2 die, the sample space consists, ഒരു 2 ഡൈകൾ റോൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഔട്ട്കംസ് വരാം? 36 ഔട്ട്കംസ് വരാം. അപ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് ഓഫ് എയിൽ വരാനുള്ള സാധ്യത എന്താ? 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 വരണം. അപ്പോൾ അത് ഏതൊക്കെ ആഡ് ചെയ്തില്ല? 2ഉം 6ഉം ആഡ് ചെയ്താൽ കിട്ടും. 6ഉം 2ഉം ആഡ് ചെയ്യാം, 3ഉം 5ഉം ആഡ് ചെയ്യാം, 4ഉം 4ഉം ആഡ് ചെയ്യാം, 5ഉം 3. 5 സാധ്യതകളാണ് ആഡ് ചെയ്യുമ്പം 8 വരാനുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം? 5/36. അതാണ് പ്രോബബിലിറ്റി ഓഫ് എ. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി നമ്മൾ ഡബിൾസ് വരണം. അതായത് 1 1 2 2 3 3 4 4 5 5 6 6. അപ്പോൾ അത് വരാനുള്ള സാധ്യത 6/36 ഈസ് ഈക്വൽ ടു 1/6 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 5/36 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 6/36 ആണ്. അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിയേ? 4 ഉണ്ട് അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വരാനുള്ള സാധ്യത എന്താണ്? 1/36. പ്രോബബിലിറ്റി ഓഫ് എ കിട്ടി, പ്രോബബിലിറ്റി ഓഫ് ബി കിട്ടി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതായത് 5/36 പ്ലസ് 6/36 മൈനസ് 1/36 ഈക്വൽ ടു എങ്ങനെ വരും? 10/36 ഈക്വൽ ടു 5/18. അതായിരിക്കും പ്രോബബിലിറ്റി. അപ്പം ഈ ആഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ആഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. ആഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയും എ ഓർ ബി, അല്ലെങ്കിൽ ഐദർ എ ഐദർ ബി, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് മനസ്സിലായി കാണുമല്ലോ. ആഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എ ഓർ ബി, അല്ലെങ്കിൽ ഐദർ എ ഓർ എയ്ദർ ബി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആഡിറ്റീവ് പ്രോപ്പർട്ടി കൊടുക്കും. ആദ്യം പ്രോബബിലിറ്റി ഓഫ് എ കാണാം, പ്രോബബിലിറ്റി ഓഫ് ബി കാണാം, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാം. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനുള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ക്ലിയർ? അങ്ങനെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ആഡിറ്റീവ് ലോ ഓഫ് പ്രോബബിലിറ്റി ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ആഡിറ്റീവ് ലോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റ്സ്. എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി, അല്ലെങ്കിൽ എ ആൻഡ് ബി എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ വരുന്നതായിട്ട് അവർക്ക് ആരും ഉണ്ടാവില്ല, വാല്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ നോൺ ദാറ്റ് ദ ഇവൻറ്റ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് നോ ഔട്ട്കംസ് ഇൻ കോമൺ. അതായത് എയും ബിയിലും കോമൺ ആയിട്ട് ആരും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എ ഇന്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഫൈനൽ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ വരുന്നത് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കേസുകൾ നമ്മൾ പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. മറ്റേ മൈനസ് എന്നുള്ള ടേം അവിടെ ഉണ്ടാവില്ല.
ഓക്കെ, നോർമൽ ആഡിറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് കൊടുക്കും, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കൊടുക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി, അത്രേ പറയാനുണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 19.9 ഇൻ എ സിംഗിൾ ത്രോ ഓഫ് 2 ഡൈസ് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് എ ടോട്ടൽ ഓഫ് 9 or 11. നമ്മൾ പറഞ്ഞു നമ്മളൊരു ഡൈ റോൾ ചെയ്തു, അപ്പം 2 ഡൈ ആണുള്ളത്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്ന ടോട്ടൽ ഒന്നെങ്കിൽ 9 ആകണം, 11 കിട്ടണം. അപ്പം 9 വരാനുള്ള സാധ്യത എന്താ? 3ഉം 6ഉം ആഡ് ചെയ്താൽ 9 കിട്ടും. 4, 5, 9 കിട്ടും. 5, 4, 9 കിട്ടും. 6, 3, 9 കിട്ടും. അപ്പോൾ പ്രോബബിലിറ്റി 9 വരാനുള്ള സാധ്യത 4/36. മൊത്തം 36 ട്രയലിൻ്റെ ഉള്ളിൽ 4 എണ്ണത്തിൽ 9 വരാം. ഇനി പ്രോബബിലിറ്റി ഓഫ് 11 കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? 5ഉം 6ഉം പിന്നെ 6ഉം 5ഉം 2/36. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഇല്ല. അതിൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്, അല്ലെങ്കിൽ നൾ സെറ്റ് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടതാണ് ആഡിറ്റീവ് പ്രോപ്പർട്ടി ആണ്. ആഡിറ്റീവ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി equal to probability of A plus probability of B minus probability of A intersection B. Probability of A equal to 4/36 plus probability of B എന്ന് പറഞ്ഞാൽ 2/36 minus intersection value ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ എന്ത് വരും? 6/36 equal to 1/6. ക്ലിയർ ആയോ? അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ പറഞ്ഞത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും 2 ഇവൻറ്റ്സ് എടുത്തു, ആ 2 ഇവൻറ്റുകളെ നമ്മൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പം പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി എന്നേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആ ഇൻ്റർസെക്ഷൻ എന്നുള്ള ടേം എന്തായിരിക്കും? അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ വാല്യൂ നൾ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും, 0. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 19.10. പ്രൂവ് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് നോൺ ഒക്കറൻസ് ഓഫ് എൻ ഇവൻറ്റ് എ ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഇവൻറ്റ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1 മൈനസ് പി അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. നമ്മൾ സെറ്റിനുള്ളിൽ പഠിച്ചു. അത് വരാനുള്ള പ്രൂഫാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? അതായത് നോൺ ഒക്കറിങ് ഓഫ് എൻ ഇവൻറ്റ്, അല്ലെങ്കിൽ അൺഫേവറബിൾ ഇവൻറ്റ്, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് എൻ ഇവൻറ്റ്, കോംപ്ലിമെൻറ്റ് ഓഫ് എൻ ഇവൻറ്റ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇന്ന് എല്ലാത്തിനും സിംഗിൾ പ്രൂഫാണ്, സിംഗിൾ സംഭവം തന്നെയാണ്, ഡിഫറെൻറ്റ് വേയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. We know that probability of the sample space S is in any experiment എന്ന് പറയുന്നത് 1 ആണ്. Now it is clear that if an experiment and event A occurs, then the event A complement can occur simultaneously. That is, 2 events are mutually exclusive. Also, the sample point of the event mutually exclusive event together consists of the sample space. അതായത് നമ്മൾ ഓൾറെഡി നമ്മളുടെ സെറ്റ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, പോസിബിൾ ഇവൻറ്റ്സും അതിന് പുറമേ ഉള്ളവരും കൂടെ കൂടുന്നതാണ് നമ്മുടെ എന്ത്? സാമ്പിൾ സ്പേസ്. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് ആണ് എസ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് 1 ആണെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? എന് ഇപ്പുറത്തേക്കുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതി. വിച്ച് ഷോസ് ദ റിസൾട്ട്. ദിസ് ഇസ് നോൺ ആസ് law of complementation. Probability of A complement is equal to 1 minus probability of A. ഇനി probability of A complement divided by probability of A or probability of A to probability of A complement എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ ആകെ ചെയ്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണെന്ന് കാണിക്കുക, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് കാണിക്കുക, അല്ലെങ്കിൽ 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുകയാണെങ്കിൽ അൺഫേവറബിൾ ഇവൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നതെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേസസ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി സെറ്റിൽ പഠിച്ചതുപോലെ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ് കിട്ടും. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ് എന്ന് പറഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ്. പ്രോബബിലിറ്റി ഓഫ് എസ് സാമ്പിൾ സ്പേസ് വരേണ്ട 1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ.
അതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോയാൽ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ 19.11. ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ റെയിൻ ഈസ് 0.3. അതായത് മഴ പെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.3 ആണ്. ഫൈൻഡ് ദി ഓഡ് ഇൻ ഫേവർ ഓഫ് ദ റെയിൻ ആൻഡ് ഓഡ് എഗെയിൻസ്റ്റ് റെയിൻ. അപ്പം നമുക്കിവിടെ തന്നേക്കുന്നത് ആൻ ഇവൻറ്റ് ദാറ്റ് വിൽ റെയിൻ ചെയ്യുമെന്നുള്ളതാണ് 0.3 ആയിട്ട് തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ, മഴ പെയ്യും എന്നുള്ളത് 0.3 ആയിട്ട് എടുത്തു. അങ്ങനെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് മഴ പെയ്യില്ല എന്ന സാധ്യത എത്രയായിരിക്കും? 1 മൈനസ് പി ഓഫ് എ. അതാണ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. അതായത് 1 മൈനസ് 0.3 എന്ന് പറയുമ്പോൾ 0.7. നൗ ദി ഓഡ് ഇൻ ഫേവർ ടു റേഷ്യോ, അതിന് നമ്മളിങ്ങനെ ഓഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പം 0.3 ഡിവൈഡഡ് ബൈ 0.7 എന്നെഴുതാം. ഓക്കെ. ഓഡ് എഗെയിൻസ്റ്റ് റെയിൻ, അതിൻ്റെ മീൻസ് മഴ പെയ്യില്ല എന്നാണെങ്കിലോ 0.7 ഡിവൈഡ് ബൈ 0.3 എന്ന് എഴുതാം. When either odd in favor to A or odd in favor against A are given, we can obtain the probability by using the following formula. അതായത് മഴ പെയ്യാനുള്ള സാധ്യത അറിയാം, മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത അറിയാം. അങ്ങനെയെങ്കിൽ അത് സോൾവ് ചെയ്യാനാണ് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് കൊടുക്കുക. അത് എക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കാം. അതാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇപ്പോൾ എഗെയിൻസ്റ്റ് എ എന്നാണെങ്കിൽ എങ്ങനെ വരും? ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഫേവർ ടു എക്ക് അനുസരിച്ചാണെങ്കിലോ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് സപ്പോസ് ദ ഓഡ് ഇൻ ഫേവർ ടു എക്ക് അനുസരിച്ചാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി. അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അപ്പോൾ എ ഡിവൈഡഡ് ബൈ നമ്മുടെ എ പ്ലസ് ബി എന്ന് കൊടുക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ, അതായത് എ ഡിവൈഡഡ് ബൈ എ. അങ്ങനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് കിട്ടും. ഇനി പ്രോബബിലിറ്റി പി ഓഫ് എ എന്ന രണ്ട് ടേംസ് ഒന്നിച്ച് കൊണ്ടുവരുമ്പം എ പ്ലസ് ബി ഓഫ് പി ഓഫ് എ ഈക്വൽ ടു എ എന്ന് വരും. പി ഓഫ് എ എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി വെൻ ദ ഓഡ് എഗെയിൻസ്റ്റ് എ ആർ ബി ടു എ. ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞത് നമുക്കൊരു എക്സ്പെരിമെൻ്റ് തന്നു. ആ എക്സ്പെരിമെൻറ്റിനുള്ളിൽ മഴ പെയ്യാനുള്ള സാധ്യതയെ നമ്മൾ 0.3 എന്നെടുത്തു. മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 1 മൈനസ് 0.3. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതിൻ്റെ ഒരു മഴ പെയ്യാനുള്ള സാധ്യത 0.3 ആണെങ്കിൽ മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? 0.7. ഇനി നമ്മൾ പറയുന്നത് എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കൊടുക്കാം. എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ എഗെയിൻസ്റ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്നാണ് പ്രോബബിലിറ്റിയെ കൺസിഡർ ചെയ്യുക. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ച പ്രോബബിലിറ്റിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, അതിൻ്റെ പ്രൂഫ് അങ്ങ് എഴുതുന്നു. ഓക്കെ. ഇനി ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എക്ക് ഫേവറബിൾ ആയിട്ടാണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതിന് സ്മോൾ ലെറ്റർ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയും. ബി എക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയും. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 19.12. ആർ ദി ഫോളോവിങ് പ്രോബബിലിറ്റി അസൈൻഡ് കൺസിസ്റ്റൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്ക് താഴെ തന്നിരിക്കുന്ന പ്രോബബിലിറ്റികൾ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കണം. നമ്മുടെ ആൻസറിനെ ജസ്റ്റിഫൈയും ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.6 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.05 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 0.5, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.4, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 0.1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 0.2, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.7, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 0.4. ഓക്കെ. അപ്പോൾ നമ്മളോട് ഇവിടെ ഇത് തന്നിരിക്കുന്ന വാല്യൂസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കറക്റ്റ് ആണെന്നും കൂടെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.6 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.6 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.05 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി, അതായത് എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? 0.6 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്താ? 0.6 മൈനസ് അതിൻ്റെ ഇന്റർസെക്ഷൻ വാല്യൂ 0.05. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി ഈക്വൽ ടു 1.15 എന്ന് കിട്ടും.
സിൻസ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ്? കൺസിസ്റ്റൻ്റ് അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ പ്രോബബിലിറ്റീൻ്റെ വാല്യൂസ് എപ്പോഴും 0യ്ക്കും 1നും ഇടയിലാണ് കിടക്കുക. 0 വരാം, 1ഉം വരാം, പിന്നെ 0യ്ക്കും 1നും ഇടയിലുള്ള എല്ലാ വാല്യൂസും വരാം. 1നേക്കാളും വലുതും ആവില്ല, 0ൻ്റെ താഴേക്കും പോവില്ല. അപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ 1.15 ആയതുകൊണ്ട് നമ്മൾ എടുത്ത വാല്യൂസ് പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് പറയാം? റോങ് ആണ്, അത് കൺസിസ്റ്റൻ്റ് അല്ല. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എ 0.5 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.4 ആണ്, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പം നമ്മൾക്ക് ഇവിടെ കാണേണ്ടത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ എന്താ? 0.5 പ്ലസ് 0.4 മൈനസ് 0.1. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.8 വിച്ച് ഈസ് ലെസ് ദാൻ 1. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ തന്നേക്കുന്ന വാല്യൂ കൺസിസ്റ്റൻ്റ് ആണ്. ആസ് ദ നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇവന്റ് എ ആൻഡ് ബി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഇവന്റ്. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഇൻ ദിസ് കേസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 0.1 വിച്ച് ഇസ് ലെസ് ദാൻ ബോത്ത് പി ഓഫ് എ ആൻഡ് പി ഓഫ് ബി. ഹാൻസ് ദ പ്രോബബിലിറ്റി അസൈൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ കണ്ടീഷൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുക്കുന്ന പ്രോബബിലിറ്റി വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? 0യ്ക്കും 1നും ഇടയിലായിരിക്കണം. അതുപോലെ 0യും 1ഉം അതിന് വരാം, പക്ഷേ 0നേക്കാളും കുറയാനും പാടില്ല, അതേപോലെ 1നേക്കാളും കൂടാനും പാടില്ല. ഇവിടെ തന്നിരിക്കുന്ന പ്രോബബിലിറ്റി നമ്മൾ പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി കാൽക്കുലേറ്റ് ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0.8 എന്നാണ് കിട്ടിയത്. അത് കൂടാതെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും പ്രോബബിലിറ്റി ഓഫ് എനേക്കാളും പ്രോബബിലിറ്റി ഓഫ് ബിനേക്കാളും ചെറുതായിരിക്കണം. ഇവിടെ നമുക്ക് 0.1 ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്, അത് 0.5നേക്കാളും അതേപോലെ 0.4നേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി ഓഫ് എ ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഈക്വൽ ടു 0.4, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0.1 എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി നമ്മളിവിടെ ചെക്ക് ചെയ്തത്. കൺസിസ്റ്റൻ്റ് ആവണമെന്നുള്ള കണ്ടീഷൻസ് എല്ലാം എന്ത് ചെയ്തു? ഇവിടെ ഈ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.4, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.2 ഉള്ളൂ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞോളൂ, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ചെറുതായിരിക്കണം. എന്തിനേക്കാളും? പ്രോബബിലിറ്റി ഓഫ് എനേക്കാളും. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എനേക്കാളും ചെറുതാണോ വലുതാണോ? വലുതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? നമുക്ക് തന്നിരിക്കുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് കാണാറുണ്ട്. ഈ ഇങ്ങനത്തെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഇങ്ങനെ ABC 3 പാർട്ടായിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. അത് സോൾവ് ചെയ്യാൻ നേരത്ത് ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് വലുതാകണം. എന്തിനേക്കാളും? ഇന്റർസെക്ഷനേക്കാളും. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് വലുതാകണം. എന്തിനേക്കാളും? ഇന്റർസെക്ഷനെ വാല്യൂവിനേക്കാളും. ഇനി എ യൂണിയൻ ബിൻ്റെ പ്രോബബിലിറ്റി എ ഓർ ബി എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ ഇല്ലേ, ആ വാല്യൂ എന്തായിരിക്കണം? എപ്പോഴും 0 ആയിരിക്കണം, അല്ലെങ്കിൽ 1 ആയിരിക്കണം, അല്ലെങ്കിൽ 0യ്ക്കും 1നും ഇടയിലായിരിക്കണം. 0നേക്കാളും ഒരിക്കലും ചെറുതും ആയി പോകരുത്, 1നേക്കാളും ഒരിക്കലും വലുതും ആയി പോകരുത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാണ്. എക്സാമ്പിൾ 19.13. ആൻ ഏൺ കണ്ടെയ്ൻ 8 വൈറ്റ് ബോൾ ആൻഡ് 2 ഗ്രീൻ ബോൾ. ഒരു ഏണിൻ്റെ ഉള്ളിൽ 8 വെള്ള ബോളുകളുണ്ട്, 2 ഗ്രീൻ ബോളുകളുണ്ട്. എ സാമ്പിൾ ഓഫ് 3 ബോൾ ഈ സെലക്ടഡ് അറ്റ് റാൻഡം. ഒരു 3 ബോൾ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സാമ്പിൾ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബോൾ? നമ്മൾ സാമ്പിൾ എടുത്തതിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ്, അതായത് കുറഞ്ഞത് ഒരു ഗ്രീൻ ബോളെങ്കിലും ഉണ്ടാകണം. അതിനുള്ള പ്രോബബിലിറ്റി എന്താണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഒരു ഏണിൻ്റെ ഉള്ളിൽ 8 വെള്ള ബോളുകളും 2 ഗ്രീൻ ബോളുകളും ഉണ്ട്. അപ്പം എ സാമ്പിൾ ഓഫ് 3 ബോളുകൾ നമ്മൾ സെലക്ട് ചെയ്തു, 3 എണ്ണം നമ്മൾ സാമ്പിളായിട്ട് എടുത്തു. ആ സാമ്പിളിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് 1 ഒരു ഗ്രീൻ എങ്കിലും വരാനുള്ള സാധ്യത, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഏണിൻ്റെ ഉള്ളിൽ മൊത്തം 8 വെള്ളയും 2 ഗ്രീനും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ബോളുകൾ എത്രയാണ്? 10 ബോളുകളുണ്ട്.
ഈ 10 എണ്ണത്തിനുള്ളിൽ നമ്മൾ 3 എണ്ണം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 10C3 എന്ത് വരും? 120 വേസിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ കിട്ടി 120, അതായത് ടോട്ടൽ ഔട്ട്കംസ് 120. ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ്, ലെറ്റ് എ ബി ദ ഇവന്റ് അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബോൾ ഈസ് സെലക്ടഡ്. എ എന്ന് പറയുന്ന ഇവന്റിൽ ഒരു ഗ്രീൻ ബോൾ എങ്കിലും സെലക്ട് ചെയ്തു. ലെറ്റ് us determine the number of different outcomes in A. These outcomes contain either 1 green ball അല്ലെങ്കിൽ 2 ഗ്രീൻ ബോൾ. മൊത്തം നമ്മുടെ കയ്യിൽ 2 ഗ്രീൻ ബോളേ ഉള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു ഗ്രീൻ ബോളെങ്കിലും വേണം. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ഒരു ഗ്രീൻ ബോൾ കിട്ടിയാൽ രണ്ടും എന്താകാം? ഗ്രീൻ ബോൾ ആകാം. 2 കേസസ് ഇവിടെ നമുക്ക് വരാനായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2C1 ways to select green balls from 2 green balls and for remaining 2 balls നമുക്ക് എങ്ങനെ എടുക്കാം? 8C2 എന്നും എടുക്കാം. അതായത് മൊത്തം 10 എണ്ണത്തിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഗ്രീന്, ബാക്കി 8 എണ്ണം എന്താണ്? വൈറ്റ് ആണ്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഗ്രീൻ അറ്റ്ലീസ്റ്റ്, അപ്പോൾ 2C1 എന്ന് എടുത്തു. ബാക്കി 8 എണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. അപ്പോൾ അതാണ് 8C2. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 × 28 = 56 എന്ന് കിട്ടും. സിമിലർലി ദ നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു രണ്ടും ഗ്രീൻ ബോൾസ്, അതായത് 2C2 × 8C1 = 1 × 8 = 8 എന്ന് കിട്ടും. അപ്പം നമുക്ക് രണ്ടും ഗ്രീൻ ബോൾസ് കിട്ടാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബോളും ബാക്കി 2 വൈറ്റ് ആകാം. അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 ഗ്രീൻ ബോൾ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 2 ഗ്രീൻ ബോൾ ആഡ് ചെയ്യുക. അതായത് 56 / 120 പ്ലസ് 8 / 120 = 64 / 120 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 / 15. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 / 15 എന്ന് കിട്ടും. ഈ ചെയ്തത് ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കൊരു ഏൺ ഉണ്ടായിരുന്നു. ആ ഏണിൻ്റെ ഉള്ളിൽ 8 വെള്ള ബോളുകൾ ഉണ്ടായിരുന്നു, 2 ഗ്രീൻ ബോളുകൾ ഉണ്ടായിരുന്നു. നമ്മൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം 3 ബോളുകൾ സെലക്ട് ചെയ്തു. അതിൻ്റെ അറ്റ്ലീസ്റ്റ്, അതായത് ഒരെണ്ണമെങ്കിലും എന്തായാൽ മതി? ഗ്രീൻ ആയാൽ മതി. അപ്പോൾ മൊത്തം 2 എണ്ണം ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ 2ഉം ഗ്രീൻ ആകണം, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഗ്രീൻ ആകണം. ഓക്കെ, ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? മൊത്തം എത്ര ബോൾ ഉണ്ടെന്ന് നോക്കി. 8 വെള്ളയും 2 വൈറ്റ് ഗ്രീനും, മൊത്തം 10. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 19.13 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എക്സാമ്പിളിനുള്ളിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? നമുക്കൊരു ഏൺ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 8 വെള്ള ബോളുകളും 2 ഗ്രീൻ ബോളും ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് 3 ബോളുകൾ സെലക്ട് ചെയ്തു. അറ്റ്ലീസ്റ്റ്, അതായത് കുറഞ്ഞത് എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീനെങ്കിലും വേണം. അപ്പോൾ ഒരു ഗ്രീൻ ആകാം, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഗ്രീൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? മൊത്തം എൻ്റെ കയ്യിൽ എത്ര ബോൾ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 8 ഗ്രീനും 8 വൈറ്റും 2 ഗ്രീനും. അപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിൽ എത്ര ബോളുള്ളത്? 10 ബോളുകളുണ്ട്. ഈ 10 ബോളിൽ എനിക്ക് എന്ത് വേണം? 3 എണ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ എന്നായിട്ട് എന്ത് എടുക്കാം? 10C3. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായി? 120 വേസിൽ എനിക്കിനെ അറേഞ്ച് ചെയ്യാം. അത്രയും ക്ലിയർ ആണ്. നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത്, ഇതിനുള്ളിൽ നിന്ന് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്രീൻ മതി. അപ്പോൾ 2C1. പിന്നെ നമുക്ക് എത്ര എണ്ണം ബാക്കിയുണ്ട്? 8 എണ്ണം കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലോ 8C2. അപ്പോൾ മൊത്തം എന്തായി? 3 ബോളുകളായല്ലോ. അതിൻ്റെ ഉള്ള പ്രോബബിലിറ്റി 56. ഇനിയിപ്പോൾ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ 2 ഗ്രീനും എടുത്തു. പിന്നെ 8 എണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൈറ്റും കൂടെ കിട്ടിയ 3 ബോളാകും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താ? 8ഉം കിട്ടി. ഇനി ഇതിനെ മൊത്തത്തിൽ ആഡ് ചെയ്തു. അതാണ് 56 / 120 പ്ലസ് 8 / 120 = 64 / 120 = 8 / 15. ഇത് ക്ലിയർ ആയോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഞാൻ പറയുമ്പം, അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റീസ് പറയുമ്പം ക്ലിയർ ആവില്ല. കാരണം എനിക്ക് തന്നെ ഈ ബോളുകളുടെ എണ്ണം പറയുമ്പോഴേ ഗ്രീനും റെഡും കൺഫ്യൂസ് ആവുന്ന പോലെ നമ്മളൊന്ന് ചെയ്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ നിങ്ങളും കൂടെ ഒന്ന് എഴുതി വെക്കണം. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ, അല്ലാതെ ഇങ്ങനെ കേട്ടിരുന്നാൽ നമുക്ക് മാത്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 19.14. 2 balls are drawn at random with replacement from a bag containing 5 balls and 10 red balls. Find the probability that both balls are either blue or red. അതായത് 2 ബോളുകൾ ഞാൻ സെലക്ട് ചെയ്തു ഒരു ബാഗിനുള്ളിൽ നിന്ന് വിത്ത് റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ്. ബാഗിനുള്ളിൽ 5 ബ്ലൂ ബോളുകളും 10 റെഡ് ബോളുകളാണുള്ളത്. അപ്പോൾ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ എയ്തർ ബ്ലൂ ഓർ റെഡ്. ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ്. അതിനുള്ള പ്രോബബിലിറ്റി കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് നോക്കാം. ലെറ്റ് ദ ഇവന്റ് A consist of getting both blue balls and even B getting both red ball. ബീൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന 2ഉം ബ്ലൂ ആവാനും മറ്റേ 2 റെഡ് ആവാനുള്ള ചാൻസ് വന്നു. എവിഡൻ്റ്ലി A and B are mutually exclusive events. By
ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും 5 × 5 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് വരും 25 വരും. സിമിലർലി ഫേവറബിൾ ടു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും 10 × 10 എന്തായിരിക്കും 100 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും 15 × 15 മൊത്തം 10 + 5 ചെയ്യുമ്പോൾ 15 15 225 വരാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് 25 / 225 അതായത് 1/9. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി വരാനുള്ള സാധ്യത എന്താണ് 100/225 അതായത് 4/9. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താ നമുക്കിവിടെ കിട്ടിയത് 1/9 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ് 4/9 = 5/9. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും 5/9 ആയിരിക്കും. ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കൊരു ബാഗിൻ്റെ ഉള്ളിൽ 5 ബ്ലൂ ബോളുകളും 10 റെഡ് ബോളുകളും തന്നിട്ടുണ്ടായിരുന്നു. എ യൂണിയൻ ബി, എ ഓർ ബി കാണാനാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്ലൂ ബോളുകൾ വരാനുള്ള സാധ്യത എത്രയാണ് നോക്കി, അതേപോലെ റെഡ് വരാനുള്ള സാധ്യത എന്താണെന്ന് നോക്കി. യൂണിയൻ ആണ്, ഇത് മ്യൂച്വലി എന്താണ് എക്സ്ക്ലൂസീവ് ആണ്. റെഡിലും ബ്ലൂവിലും കോമൺ ആയിട്ട് ആരുമില്ല. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി = പ്രോബബിലിറ്റി ഓഫ് എ × പ്രോബബിലിറ്റി ഓഫ് ബി വെച്ച് സോൾവ് ചെയ്തു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതാണ് 1/9 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് 4/9. അപ്പോൾ എന്ത് കിട്ടും 5/9. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായി വന്നു 5/9. ഇതാണ് എന്തിൻ്റെ പ്രോബബിലിറ്റി എ ഓർ ബി, അതായത് റെഡ് ഓർ ബ്ലൂ. ഇവിടെ നമുക്ക് എന്ത് വരുന്നില്ല, എക്സ്ക്ലൂസീവ് ആയിട്ടൊന്നും വരുന്നില്ല. റെഡിലും ബ്ലൂവിലും കോമൺ ആയിട്ട് ആരെങ്കിലും നമുക്ക് എടുക്കാനുണ്ടോ, ഇല്ല. ഓക്കെ. Thus, the probability of simultaneous occurrence of independent event is the product of their separate probabilities ആയിരിക്കും എന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ 19.6 ആണ് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. നമ്മൾ നേരത്തെ ആഡിറ്റീവ് ലോ പഠിച്ചായിരുന്നു. ആഡിറ്റീവ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി = പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അതായത് എക്കും ബിക്കും കോമൺ ആയിട്ട് ആരും ഇല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അങ്ങനെ വരും പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആണെന്ന് പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ലോ ഓഫ് പ്രോബബിലിറ്റിനെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ലെറ്റ് us recall the definition of independent event. Two events A and B are said to be independent if the occurrence or non-occurrence of one event does not affect the other. അതായത് ഒന്ന് ഒക്കർ ചെയ്താലും ഒക്കർ ചെയ്തില്ലെങ്കിലും അത് മറ്റേനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്യാൻ യു തിങ്ക് ഓഫ് സം എക്സാമ്പിൾസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്? The event of getting head on first coin and the event of getting tea on the second coin is simultaneous toss of two coins are independent event. അതായത് എ ഒക്കർ ചെയ്യുന്നത് ബീനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ബി ഒക്കർ ചെയ്യുന്നത് എനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് എന്ത് പറയാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളാണെന്ന് പറയാം. വാട്ട് അബൌട്ട് ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് എച്ച് ഓൺ ദി ഫസ്റ്റ് ടോസ് ആൻഡ് ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ടി ഓൺ ദി സെക്കൻഡ് ടോസ് in which two success tosses of the coin, they are also independent events. അത് ഒരെണ്ണം ഒക്കർ ചെയ്യുന്നത് മറ്റേനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണെന്ന് പറഞ്ഞു. Let us consider drawing a die and event of drawing a king in two successive draws of a card from well shuffled deck of a card without replacement. What are independent events? No, these cases are not independent events because we can see that ace is the first draw with the probability 4/52 ആയിരിക്കും. Now we cannot replace the card and draw a king from the remaining 51 cards. This affects the probability of getting a king in the second draw. That is, the probability of getting a king in the second draw without replacement will be 4/51 ആയിരിക്കും. ഓക്കെ, നമ്മൾ അതായത് പറഞ്ഞത് നമ്മളൊരു കിങ് മൊത്തം 52 കാർഡ് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഏസുകൾ വരാനുള്ള സാധ്യത എന്താ, 4 എണ്ണോ. അപ്പം 4 എണ്ണം ഞാൻ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് കിങ്ങുകൾ എടുക്കാൻ പോകുമ്പം ഇവിടുത്തെ ഒരു എന്താണ് മിസ്സിങ് ആണ്. അപ്പം നമ്മുടെ ഒരു പ്രോബബിലിറ്റി എന്തായി കുറയും. അപ്പോൾ ഈ കേസിൽ എന്താണ്, ഒരെണ്ണം ഒക്കർ ചെയ്യുന്നത് മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ എന്ത് പറയാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത് മറ്റൊരു ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയാം. ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത് മറ്റേനെ ഡിപ്പെൻഡ് ആണെങ്കിൽ അതെന്താണ്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ഇവൻ്റ് ആയിരിക്കും. ഓക്കെ,
ഒരു നോട്ട് പോലെ നോക്കാം. ഇഫ് ദ കാർഡ് ആർ ഡ്രോൺ വിത്ത് ദ റീപ്ലേസ്മെൻറ്റ് ദെൻ ദ ടു ഇവൻറ്റ്സ് ബിക്കം ഇൻഡിപെൻഡൻറ്റ്. Is there any rule by which we can say that events are independent? How to find probability of simultaneous occurrence of two events? If A and B are independent events, then probability of A and B equal to probability of A into B. അതായത് probability of A intersection B is equal to probability of A into B. Thus, the probability of simultaneous occurrence of independent event is the product of separate probabilities. അതായത് probability of A intersection B എന്ന് പറയുവാണെങ്കിൽ probability of A into B എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ probability of A and B. And എന്ന് പറഞ്ഞാൽ എന്താണ്? Intersection ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ probability of A and B എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? Probability of A into probability of B. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുവാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ എ ഒക്കർ ചെയ്യുന്നത് ബീനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എ എന്ത് ചെയ്താലും ബീനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയും. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇതൊരു നോട്ടായിട്ട് ദി എബോവ് ലോ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു മോർ ദാൻ വൺ ടു ഇൻഡിപെൻഡൻറ്റ് കേസസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് എയും ബിയും അങ്ങനെ രണ്ട് ആൾക്കാരെ എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ രണ്ടിന് പകരം രണ്ടിൽ കൂടുതൽ ആൾക്കാരെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് കേസ് പറയാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ സി ഡി ഇൻ്റർസെക്ഷൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ എക്സെട്ര പറഞ്ഞ് പോവുകയാണെങ്കിലും അതിൻ്റെ ഇൻ്റർസെക്ഷൻ നമ്മൾ എങ്ങനെ പറയാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു എക്സെട്ര എന്ന് പറയും. അതായത് ഒരു ഇവൻറ്റിന് ഒക്കർ ചെയ്യുന്നത് മറ്റേ ഇവൻറ്റിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി നമ്മൾ രണ്ട് ഇവൻറ്റ് എയും ബിയുമിൻ്റെ കേസിൽ പറഞ്ഞു. എൻ്റെയും ബിൻ്റെയും കേസ് നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? എൻ ഇവൻറ്റിൻ്റെ കേസിലും പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി ഇൻ്റർസെക്ഷൻ എക്സെട്ര എന്ന് പറയുന്നതിന് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു probability of B into probability of C into probability of D into probability of E into probability of F into അങ്ങനെ പറഞ്ഞു പോകാം. ഓക്കെ, അതാണ് നമ്മൾ എന്തിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇവൻറ്റ്സിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 19.15. A die is tossed twice. Find the probability of a number getting than 4 on each throw. ഒരു ഡൈ നമ്മൾ ടോസ് ചെയ്തു രണ്ട് പ്രാവശ്യം. നമുക്ക് കാണേണ്ട പ്രോബബിലിറ്റി ആണ് നമ്പർ ഗ്രേറ്റർ ദാൻ 4 ഓൺ ഈച്ച് ത്രോ. അപ്പോൾ ലെറ്റ് us denote by A the event a number greater than 4. നമ്മൾ ടോസ് ചെയ്യുമ്പോൾ 4-നേക്കാളും വലിയ നമ്പർ കിട്ടാനുള്ള സാധ്യതയെ നമ്മൾ എ ആയിട്ട് എടുത്തു. ബി എന്ന് പറയുന്നത് നമ്പർ ഗ്രേറ്റർ ദാൻ 4 ഇൻ സെക്കൻഡ് ത്രോ. ഫസ്റ്റത്തെ ത്രോയിലും 4-നേക്കാൾ വലുതായിരിക്കണം, സെക്കൻഡ് ത്രോയിലും 4-നേക്കാൾ വലുതായിരിക്കണം. ഫസ്റ്റ് ത്രോയിൽ 4-നേക്കാൾ വലുത് കിട്ടാനുള്ള സാധ്യത നമ്മൾ എ എന്ന് പറഞ്ഞു. സെക്കൻഡ് ത്രോയിലും 4-നേക്കാൾ വലുത് വരാനുള്ള സാധ്യത നമ്മൾ ബി എന്ന് പറഞ്ഞു. അപ്പോൾ 4-നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരാം? 5 ആയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്ത് വരാം? 6 ആയിരിക്കും. അപ്പോൾ ക്ലിയർലി എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. എയിൽ വരുന്ന ആരും എവിടെ വരുന്നില്ല? ബിയിൽ വരുന്നില്ല. അപ്പോൾ ഇൻ ദ ഫസ്റ്റ് ത്രോ ദ ഔട്ട്കംസ് നെയിംലി 5ഉം 6ഉം ആയിരിക്കും. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? 2/6 ഈക്വൽ ടു 1/3. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ആയിട്ട് ഞാൻ എറിഞ്ഞു, അപ്പോഴും എനിക്ക് 5ഉം 6ഉം തന്നെ വരാം. 2/6 എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 1/3 ഇൻറ്റു 1/3. 1/3 ഇൻറ്റു 1/3 എന്താ വരാം? 1/9. അതായിരിക്കും എന്താ ഇവിടുത്തെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ടോസ് ചെയ്ത് കഴിഞ്ഞാലും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ഗ്രേറ്റർ ദാൻ 4 വരാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ ഡൈ ആണ് എടുക്കുന്നത്. ഡൈ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 വരാം. ഫസ്റ്റ് തവണ ഞാൻ ഡൈ എടുക്കുന്ന കഴിഞ്ഞപ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ 4-നേക്കാളും വലുതാവണം. 4-നേക്കാൾ വലുതാകുമ്പോൾ 5ഉം 6ഉം വരാനുള്ള സാധ്യത. അപ്പോൾ 2/6 എന്ന് എഴുതി, അതായത് 1/3. രണ്ടാമത്തെ പ്രാവശ്യം ഡൈ റോൾ ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ 4-നേക്കാൾ വലുതായിരിക്കണം. 4-നേക്കാൾ വലുതാകുമ്പോൾ അവിടെ എന്താണ്? 5ഉം 6ഉം. അപ്പോൾ 2/6 എന്ന് എഴുതി, അതായത് 1/3. ഇനി ഇത് രണ്ടും ഫസ്റ്റ് തവണ ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷം സെക്കൻഡ് ടൈം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സെക്കൻഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അത് രണ്ടും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 1/3 ഇൻറ്റു 1/3 ഈക്വൽ ടു 1/9 എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ 19.16. അരുൺ ആൻഡ് തരുൺ അപ്പിയർ ഫോർ ആൻ ഇൻ്റർവ്യൂ ഫോർ 2 വേക്കൻസീസ്. അരുണും തരുണും ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്. 2 വേക്കൻസി ഉണ്ട്. ദ പ്രോബബിലിറ്റി ഓഫ് അരുൺ സെലക്റ്റഡ് ആവാനുള്ളത് 1/3 ആണ്.
തരുൺ സെലക്ടഡ് ആവാനുള്ളത് 1/5 ആണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഓഫ് ദം വിൽ ബി സെലക്ടഡ്. സെക്കൻഡ് പ്രോബബിലിറ്റി നൺ ഓഫ് ദം വിൽ ബി സെലക്ടഡ്. അപ്പോൾ അരുണും തരുണും രണ്ടാൾക്കാർ ഇൻ്റർവ്യൂവിന് പോവാം. അപ്പോൾ അരുൺ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. തരുൺ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 2 പേരും സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആരും സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് അരുൺ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/3 ആണ്. തരുൺ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ 1/5 ആണ്. അപ്പോൾ ബോത്ത് ഓഫ് ദം സെലക്ട് ആവുന്ന പ്രോബബിലിറ്റി ആണ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 1/3 ഇൻറ്റു 1/5 ഈക്വൽ ടു 1/15. ക്ലിയർ? ഇനി 2 പേരും സെലക്ട് ആവരുത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 - 1/3. ഇനി പ്രോബബിലിറ്റി തരുണിൻ്റെ ആണെങ്കിലോ 1 - 1/5 2/3 ഇൻറ്റു 4/5. അപ്പോൾ എങ്ങനെ വരും? 8/15. 2 പേരും സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഇനി അതിനുള്ളിൽ സി ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ആരെങ്കിലും ഒരാളെങ്കിലും സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ 1 - p കൊടുക്കാം. അപ്പോൾ 1 - പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി കോംപ്ലിമെന്റ്. അപ്പോൾ 1 - 1/3 ഇൻറ്റു 1 - 1/5. അതായത് 1 - 2/3 ഇൻറ്റു 4/5 ഈക്വൽ ടു 1 - 8/15 എന്ന് പറയുന്നത് 7/15 ആയിരിക്കും. അതായത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി. ഇനി പ്രോബബിലിറ്റി ഓൺലി വൺ ഓഫ് ദം ഇസ് സെലക്ടഡ്. ഒരാൾ മാത്രമേ സെലക്ട് ആവുള്ളൂ. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി കോംപ്ലിമെന്റ് ആകാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി ആയിരിക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ അറിയാം, പ്രോബബിലിറ്റി ഓഫ് ടി കോംപ്ലിമെന്റ് അറിയാം, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് അറിയാം, പ്രോബബിലിറ്റി ഓഫ് ടി അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/3 ഇൻറ്റു 4/5 പ്ലസ് 2/3 ഇൻറ്റു 1/5 ഈക്വൽ ടു 6/15 ഈക്വൽ ടു 2/5. അതാണ് ഓൺലി വൺ ഓഫ് ദം, ആരെങ്കിലും ഒരാളൊന്ന് സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അരുണിയും തരുണിയാണ്. 2 പേരും ഇൻ്റർവ്യൂവിന് പോയി. അരുൺ അത് സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. തരുൺ ക്വാളിഫൈഡ് ആവാനുള്ള പ്രോബബിലിറ്റി 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ഓഫ് ദം വിൽ ക്വാളിഫൈ, 2 പേരും ക്വാളിഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നൺ ഓഫ് ദം, 2 പേരും ക്വാളിഫൈഡ് ആവുന്നില്ല, അങ്ങനെ തന്നു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? അരുൺ ക്വാളിഫൈഡ് ആവാനുള്ള 2 പേരും ക്വാളിഫൈഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ചെയ്തു. അപ്പോൾ നമുക്ക് 1/15 എന്ന് കിട്ടി. ക്ലിയർ? രണ്ടാമത്തെ നൺ ഓഫ് ദം, അരുണും സെലക്ട് ആയില്ല, തരുണും സെലക്ട് ആയില്ല. അപ്പോൾ അരുൺ സെലക്ട് ആവാതിരിക്കണമെങ്കിൽ എ കോംപ്ലിമെന്റ് വേണം, തരുൺ സെലക്ട് ആവാതിരിക്കണമെങ്കിൽ ടി കോംപ്ലിമെന്റ് വേണം. അപ്പോൾ 1 - 1/3 ഇൻറ്റു 1 - 1/5 2/3 ഇൻറ്റു 4/5 ഈക്വൽ ടു 8/15. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഇസ് സെലക്ടഡ്, ആരെങ്കിലും ഒരാളൊന്ന് സെലക്ട് ആയാൽ മതി എന്നാണെങ്കിലോ 1 - p എടുക്കുക. അതായത് 1 - p ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു ടി കോംപ്ലിമെന്റ്. അത് 1 - ബ്രാക്കറ്റിൽ 1 - 1/3 ഇൻറ്റു 1 - 1/t ചെയ്യുക. അതാണ് 1 - 8/15 ഈക്വൽ ടു 7/15 എന്നെടുത്ത്. ഇനി പ്രോബബിലിറ്റി ഓഫ് വൺ ഓഫ് ദം ഈസ് സെലക്ടഡ്, ആരെങ്കിലും ഒരാൾ സെലക്ട് ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് അരുൺ സെലക്ട് ആയി തരുൺ സെലക്ട് ആയില്ല, അല്ലെങ്കിൽ തരുൺ സെലക്ട് ആയി അരുൺ സെലക്ട് ആയില്ല. അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി കോംപ്ലിമെന്റ്. നമ്മൾ അരുൺ സെലക്ട് ആയി തരുൺ സെലക്ട് ആയില്ല, ടി കോംപ്ലിമെന്റ് ആണല്ലോ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്, അരുൺ സെലക്ട് ആയില്ല ബട്ട് തരുൺ സെലക്ട് ആയി, അങ്ങനെ എടുത്തു. അതാണ് 2/5 എന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതും നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള കേസ് വെച്ചാൽ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നെടുക്കാം. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് അരുണിൻ്റെ കേസിലാണ്, പ്രോബബിലിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് തരുണിൻ്റെ കേസിലാണ്. കോംപ്ലിമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 - പ്രോബബിലിറ്റി ഓഫ് എ അല്ലെങ്കിൽ 1 - പ്രോബബിലിറ്റി ഓഫ് ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോംപ്ലിമെന്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 19.17. എ പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഗിവൺ ടു 3 സ്റ്റുഡൻസ് whose chances of solving it is 1/2, 1/3 and 1/4 respectively. What is the probability that problem will be solved? അതായത് നമ്മളൊരു പ്രോബ്ലം സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത് കുട്ടികൾക്ക് കൊടുത്തു സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ ഉള്ള സാധ്യതകൾ, ഫസ്റ്റത്തെ ആൾ സോൾവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണ്, രണ്ടാമത്തെ കുട്ടി സോൾവ് ചെയ്യാനുള്ള സാധ്യത 1/3 ആണ്, മൂന്നാമത്തെ കുട്ടി സോൾവ് ചെയ്യാനുള്ള സാധ്യത 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം വിൽ ബി സോൾവ്? അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ആവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലെറ്റ് P1, P2, P3 be the probability of 3 persons of solving the problems.
P1 equal to 1 by 2, P2 equal to 1 by 3, P3 equal to 1 by 4. The problem will be solved if at least one of them solve. ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവിങ് പ്രോബ്ലം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ആരും സോൾവ് ചെയ്യത്തില്ല എന്നുള്ളത് കുറച്ചാൽ പോരെ. അങ്ങനെ ആകുമ്പോൾ 1 മൈനസ് P1 ഇൻറ്റു 1 മൈനസ് P2 ഇൻറ്റു 1 മൈനസ് P3 എടുക്കുക. അപ്പോൾ 1 മൈനസ് P1 എന്ന് പറയുന്നത് എന്താ പറയുക, 1 മൈനസ് 1 by 2, 1 മൈനസ് P2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 by 3, 1 മൈനസ് P3 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 by 4. അപ്പോൾ 1 by 2 ഇൻറ്റു 2 by 3 ഇൻറ്റു 3 by 4 സോൾവ് ചെയ്യുന്നത് കിട്ടും 1 by 4. അപ്പോൾ അതാണ് ആരും സോൾവ് ചെയ്യാനിരിക്കാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ P അറ്റ്ലീസ്റ്റ് ഒരാൾ എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 by 4 ഇക്വൽ ടു 3 by 4. ഹെൻസ് ദി പ്രോബബിലിറ്റി ദാറ്റ് പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, 3 by 4 ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് 3 ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത 1 by 2 ആണ്. സെക്കൻഡ് ആൾ സോൾവ് ചെയ്യാനുള്ള സാധ്യത 1 by 3 ആണ്. തേർഡ് ആൾ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധ്യത 1 by 4 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടാനുള്ള സാധ്യത ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ മതി, അതിനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, P1 ഈക്വൽ ടു 1 by 2, P2 ഈക്വൽ ടു 1 by 3, P3 ഈക്വൽ ടു 1 by 4 എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, പ്രോബ്ലം സോൾവ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ചു. 1 മൈനസ് P, അതായത് P അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സോൾവ് ചെയ്യാം. അപ്പം 1 മൈനസ് ആരും സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത 1 മൈനസ് P1 ഇൻറ്റു 1 മൈനസ് P2 ഇൻറ്റു 1 മൈനസ് P3. P1 P2 P3 വാല്യൂസ് അറിയായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോൾവ് ചെയ്തു. അപ്പോൾ 1 by 2 ഇൻറ്റു 2 by 3 ഇൻറ്റു 3 by 4 ഈക്വൽ ടു 1 by 4 എന്ന് വാല്യൂ കിട്ടി. അതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ 1 മൈനസ് നമുക്ക് കിട്ടിയ വാല്യൂ 1 by 4. അതെന്ത് വരും, 4 മൈനസ് 3 by 4 ഈക്വൽ ടു 4 മൈനസ് 1 by 4 ഈക്വൽ ടു 3 by 4. അപ്പം 3 by 4 ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ക്ലിയർ?